بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم جزاء بما كانوا يعملون لا يسمعون فيها لغوا ولا تأثيما إلا قيلا سلاما سلاما وأصحاب اليمين ما أصحاب اليمين في سدر مخضود وطلح منضود وظل ممدود وماء مسكوب وفاكهة كثيرة لا مقطوعة ولا ممنوعة وفرش مرفوعة إنا أنشأناهن إنشاء فجعلناهن أبكارا عربا أترابا لأصحاب اليمين ثلة من الأولين وثلة من الآخرين صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين قال النبي صلى الله عليه وسلم لا يدخل أحد الجنة بعمله قالوا ولا أنت يا رسول الله قال ولا أنا إلا أن يتغمدني بفضل منه ورحمة صدق شفيعنا رسول الله صلى الله عليه وسلم يا رحمة الله إني خائف وجل يا نعمة الله إني مفلس أعاني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني فكن أماني من شر الحياة ومن شر الممات ومن إهراق جثماني يا ربي صل على من حل بالحرم طه الرسول الذي قد خص بالكرم ബഹുവന്യരായ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, സ്നേഹസമ്പന്നരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ വാഖിഅ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ നല്ല സന്ദർഭങ്ങൾ ഇരുലോകത്തും
ഉപകാരമുള്ള പ്രവർത്തനമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നാം സ്നേഹിക്കുന്നവർ, നമ്മെ സ്നേഹിക്കുന്നവർ, ഇൽമിന്റെ വഴിയിൽ നാമുമായി സഹായിച്ചവർ, സഹകരിച്ചവർ എല്ലാവരുടെയും ബർസഖിയായ ലോകത്തേക്ക് ഈ സദസ്സിന്റെ വെളിച്ചം അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും നാമുമായി ബന്ധമുള്ള സർവ്വ മുഅ്മിൻ മുഅ്മിനാത്തുകളെയും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഹദ്റത്തിൽ ഒത്തൊരുമിച്ചുകൂടി അവന്റെ സ്വർഗീയ ലോകത്ത് സംഗമിക്കുന്നവരിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നാമുകമായി പ്രാർത്ഥിക്കുന്നു. വിശ്വാസികളിൽ ഏറ്റവും ഉത്തമ സ്വഭാവവും പ്രവർത്തനവും ഇബാദത്തും കൊണ്ട് മുന്നേറിയ ആളുകൾക്ക് അല്ലാഹു നൽകുന്ന അതുല്യമായ സുഖസൗകര്യങ്ങളാണ് ഇന്നലെ നാം വിശദീകരിച്ചത്. പൂർണാർത്ഥത്തിൽ വിശദീകരിക്കാൻ നമുക്ക് സമയം മതിയാവുകയും ഇല്ല. എങ്കിലും സൂറത്തുൽ വാഖിഅ ഓതുന്നവർക്ക് സൂറത്തുൽ വാഖിഅയിൽ പറയുന്ന വിഷയങ്ങളെ പറ്റിയുള്ള ഒരു ചെറിയ വിചാരവും ഒരു ഉണർവും ഉണ്ടാക്കി തീർക്കുക നമ്മുടെ ഒരു ലക്ഷ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ സുഖസൗകര്യങ്ങൾ സാബിഖീങ്ങൾക്ക് നൽകിയപ്പോൾ അതിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു പറഞ്ഞു, ജസാഅം ബിമാ കാനൂ യഅമലൂൻ. അവർ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലമെന്നോണമാണ് ഈ വലിയ അനുഗ്രഹീത ലോകം വ്യത്യസ്ത രീതിയിലുള്ള പാനീയങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ, അതുപോലെ തന്നെ തരുണീമണികൾ എല്ലാം അല്ലാഹു നൽകിയിരിക്കുന്നത് ജസാഅം ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിനുള്ള ഫലമായിട്ടാണ്. സ്വർഗത്തിലേക്കുള്ള പ്രവേശനം അത് അമല് കൊണ്ട് സാധ്യമാകുന്ന ഒരു കാര്യം അല്ല. സ്വർഗത്തിലേക്ക് ആര് പ്രവേശിക്കുന്നതും അല്ലാഹുവിന്റെ ഔദാര്യമാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലാ യദ്ഖുലു അഹദുൽ ജന്നത ബിഅമലിഹി, ഒരാളും അമല് കൊണ്ട് സ്വർഗത്തിലെത്തുകയില്ല. പ്രവർത്തനം കൊണ്ട് എന്റെ അമല് കൊണ്ട് എന്നെ സ്വർഗത്തിൽ കടത്തി തരണം എന്ന് പറയാൻ ആർക്കും കഴിയൂല. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, വലാ അൻത യാ റസൂലല്ലാഹ്, നബിയെ തങ്ങളും അമല് കൊണ്ട് സ്വർഗത്തിലെത്തൂലേ? ഖാല, തങ്ങൾ പറഞ്ഞു, വലാ അന, ഞാനും എത്തുകയില്ല. ഇല്ലാ അൻ യതഗമ്മദനി ബിഫദ്ലിൻ മിൻഹു വറഹ്മ, എങ്കിലും അല്ലാഹു പലതിലും എനിക്ക് വേറിട്ട മഹത്വം നൽകിയതുപോലെ എന്നെ അല്ലാഹു തആല പ്രത്യേക മഹത്വം നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റും. അതങ്ങനെയാണ്. നമ്മളുടെ എല്ലാവരുടെയും കൂടെ ശൈത്താനുണ്ട്. അപ്പൊ സഹാബത്ത് ചോദിച്ചു, നബിയെ തങ്ങളെ കൂടെ ഉണ്ടോ? എല്ലാ മനുഷ്യന്മാരും എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പെട്ടിട്ടുണ്ട്. തങ്ങളെ കൂടെയും ശൈത്താനുണ്ടോ? എൻ്റെ കൂടെയും ശൈത്താനുണ്ട്. പക്ഷേ അള്ളാഹു എനിക്ക് പ്രത്യേക അനുഗ്രഹം ചെയ്തതുകൊണ്ട് എൻ്റെ ശൈത്താൻ അള്ളാഹു മുസ്ലിമാക്കി തന്നു. നമ്മളെ കൂടെയുള്ള ആരെ കൂടെയുള്ള ശൈത്താൻ മുസ്ലിമായില്ല. അത് വിചാരിച്ച് നമ്മൾ ശൈത്താൻ പോയിട്ടുണ്ടെന്ന് കരുതണ്ട. എല്ലാവരുടെ കൂടെയും ശൈത്താൻ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ തങ്ങളെ കൂടെയും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടായിരുന്നു. വലാകിന്നനില്ലാഹു അആനനി ഫാസ്ലം, അള്ളാഹു എന്നെ പ്രത്യേകം സഹായിച്ചു, എൻ്റെ ശൈത്താൻ മുസ്ലിമായി. അതുകൊണ്ട് ഇനി ആ ശൈത്താൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ഷർറുമില്ല, മുസ്ലിമായില്ലേ. പക്ഷെ നമ്മളെ ശൈത്താന്മാർ അതതിൻ്റെ ആ കഴിവിൽ തന്നെ അങ്ങനെ നിൽക്കുന്നുണ്ട്. ആ പിശാചുക്കൾക്ക് വഴി കൊടുക്കാതെ മുന്നേറാൻ കഴിയുമ്പോൾ മനുഷ്യൻ ഏറ്റവും വലിയ മഹത്വമുള്ള ആളായി മാറും. അങ്ങനെ മഹത്വമുള്ള ആളുകളെ പറ്റിയാണ് ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ വകഫാ ബിറബ്ബിക വകീല, എൻ്റെ പ്രത്യേക അടിമകൾക്ക് അവരെ സ്വാധീനിക്കാനും അധികാരപ്പെടുത്താനും
നിനക്ക് കഴിയില്ല എന്ന് ഇബ്ലീസിനോട് അല്ലാഹു തആല പറഞ്ഞു. കാരണം അവരെൻ്റെ അടിമകളായതുകൊണ്ട് നിനക്ക് ആധിപത്യത്തിന് കഴിയൂല, കഴിവ് കുറയും. എൻ്റെ അടിമകൾ എന്ന് അല്ലാഹു തആല അവരിലേക്ക് ചേർത്തി പറഞ്ഞവരോ അവർ വലിയ മഹത്വം ഉള്ളവരാണ്. അപ്പോൾ സ്വർഗപ്രവേശനം അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. സ്വർഗത്തിലെത്തിയിട്ട് വിവിധ ഗ്രേഡുകൾ, അതിന് അമല് വലിയൊരു കാരണമാണ്. അങ്ങനെയാണ് ആ വിഷയം ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹയ്യാൻ അവിടുത്തെ തഫ്സീറിൽ രണ്ടും കൂടി ജംഉ ചെയ്ത് പറഞ്ഞത്. കാരണം സ്വർഗപ്രവേശനത്തെപ്പറ്റി അല്ലാഹു തആല മറ്റൊരിടത്ത് ജസാഅം മിർ റബ്ബിക അത്വഅൻ ഹിസാബ, റബ്ബിൽ നിന്നുള്ള നല്ലൊരു ദാനമാണ് ഈ സ്വർഗപ്രവേശനം എന്ന് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ വാഖിയയിൽ അല്ലാഹു പറഞ്ഞു ജസാഅം ബിമാ കാനൂ യഅമലൂൻ, അവർ ചെയ്ത അമലിന് അല്ലാഹു തആല കൊടുക്കുന്ന ഫലമാണ്. അപ്പോൾ ഇതെങ്ങനെ രണ്ടും? ഒന്ന് അള്ളാഹുവിൽ നിന്നുള്ള ധർമ്മം, ഒരു ഭാഗത്തുനിന്ന് അമല് കൊണ്ട് കിട്ടിയതാണ്. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹയ്യാൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, സ്വർഗത്തിലേക്കുള്ള പ്രവേശനം ബിറഹ്മത്തില്ലാഹി തആല വഫദ്ലി, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടും ഔദാര്യം കൊണ്ടുമാണ്. ലാ ബി അമലി ആമിലിൻ, ഒരധ്വാനിക്കുന്നവൻ്റെ അധ്വാനം കൊണ്ടുമല്ല. അതേ സമയത്ത് സ്വർഗത്തിൽ വ്യത്യസ്ത തലങ്ങളിൽ ഉള്ള ആളുകളുണ്ട്, വ്യത്യസ്ത ഗ്രേഡുകളിൽ ഉള്ള ആളുകളുണ്ട്. അത് അലാ ഖദ്രിൽ അഅ്മാൽ, അമലുകളുടെ അളവനുസരിച്ചാണ്. ഏതായാലും അമല് കൂടാതെ കഴിയൂല, അമല് വേണം. അള്ളാഹു നമുക്ക് അമലേറ്റി തരുമാറാകട്ടെ. പിന്നെ ആ സ്വർഗത്തിൻ്റെ ആ മുഖറബീങ്ങൾക്ക് അള്ളാഹു നൽകുന്ന, മഹാന്മാർക്ക് അള്ളാഹു നൽകുന്ന സ്വർഗത്തിൻ്റെ ഒരു മഹത്വം കൂടി അള്ളാഹു തആല പറയാം. സത്യത്തിൽ ഈ പറയാൻ പോകുന്ന മഹത്വമാണ് മഹത്വങ്ങളിൽ ഏറ്റവും വലിയ മഹത്വം. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅസീമാ ഇല്ലാ ഖീലൻ സലാമൻ സലാമാ. ലാ യസ്മഊന ഫീഹാ, ആ സ്വർഗത്തിൽ അവർ കേൾക്കുകയില്ല. ലഗ്വൻ, നിരർത്ഥകമായ ഒരു സംസാരവും കേൾക്കുകയില്ല, ഒരു അനാവശ്യമായ വാക്കും കേൾക്കുകയില്ല. സ്വർഗത്തിൻ്റെ വിശുദ്ധിയാണ്. ഇവിടെ നിങ്ങൾ നോക്കൊരു പക്ഷേ സത്യം പറയുന്നവനെയും ചിലപ്പോൾ ചില ആളുകൾ കളവാക്കി കളയും. നീ ആ പറയുന്നത് കളവാണ് എന്ന് പറയും. അവൻ ആ പറഞ്ഞത് സത്യമാണെങ്കിൽ കളവാണ് എന്ന് പറഞ്ഞ ആൾക്ക് കളവിൻ്റെ ഒരു കുറ്റം അല്ല, പറഞ്ഞവൻ തന്നെ കളവാ പറഞ്ഞെങ്കിൽ അവൻ കളവ് തന്നെയാണ് പറഞ്ഞത്, അവന് കുറ്റമുണ്ട്. ഇവിടെ സത്യം പറഞ്ഞാലും ചിലപ്പോൾ കളവാക്കും. സ്വർഗത്തിൽ ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅസീമാ, ബാത്തിലായ ഒരു സംസാരവും അവിടെ കേൾക്കുകയില്ല. ഇതേ പറയാൻ പറ്റാത്ത, പറഞ്ഞാൽ തന്നെ മാന്യതയോട് ചേരാത്തൊരു വർത്തമാനവും സ്വർഗത്തിൽ വരികയില്ല. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, പരിഗണിക്കാൻ പറ്റാത്തൊരൊറ്റ വാക്കുപോലും സ്വർഗത്തിൽ കേൾക്കാനൊക്കൂല. ഇവിടെ വലിയ നല്ലവനാണെങ്കിലും ഒരു ദേഷ്യം പിടിക്കുമ്പോൾ ചിലപ്പോ ഒരു കെലിമുത്തൊരു പക്ഷേ ഏറെ വന്നുപോയി എന്ന് വരും. അത് അയാൾ അത്രയല്ലേ എന്ന് പറഞ്ഞു കരുതിയിട്ട് ബാക്കിയുള്ളവർ സമാധാനിക്കും ചെയ്യും. എന്നാൽ സ്വർഗീയസ്ഥരോ, അവരാ സ്വർഗത്തിൽ ഒരു നിലക്കും നിരർത്ഥകമായൊരു വാക്കും കേൾക്കൂല. സ്വർഗം എന്തൊരു വിശുദ്ധിയുടെ ലോകമാണ്. ഇവിടെ കേൾക്കണ്ടെന്ന് വിചാരിച്ചാലും ആളുകൾ കേൾക്കും. ലഗ്വ് എന്ന വാക്കിന് വ്യത്യസ്ത അർത്ഥങ്ങൾ വിശദീകരിക്കണം. ഞാനതൊന്നാകെ വിശദീകരിക്കുന്നില്ല. അർത്ഥമില്ലാത്ത എന്തെല്ലാം ശബ്ദങ്ങളുണ്ടോ അത് മുഴുവനും ലഗ്വാണ്. ലഗ്വ് എന്ന വാക്കിന് തന്നെയും അൽ ഇസ്മു, കുറ്റം എന്ന തഫ്സീർ വന്നിട്ടുണ്ട്. ബാത്തിലായ സംസാരം എന്ന് വന്നിട്ടുണ്ട്. മാന്യതയോട് ചേരാത്ത സംസാരം എന്ന് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഭാഷ മാറ്റിയിട്ട് മറ്റുള്ളവർക്ക് തിരിയാത്ത രൂപത്തിൽ കളിയാക്കുന്ന സംസാരം എന്ന് വന്നിട്ടുണ്ട്. അറബിയാണ് നമ്മളോട് സംസാരിക്കുന്നത്. ദേഷ്യം പിടിച്ച് കുറേ അറബിയിൽ നമ്മളോട് ചൂടായി നമ്മൾ സമാധാനിച്ച് നിൽക്കാണ് മുഴുവനും അറിയാത്തതുകൊണ്ട്. അറിയുന്നവരാണെങ്കിൽ അവരെ മനസ്സിൽ വലിയ വേദന ഉണ്ടാകും. അറബിയോട് നമ്മൾ മലയാളത്തിൽ ചീത്ത പറയുന്നയാൾക്ക് മലയാളം അറിയില്ല, പക്ഷേ അതും ലഘുവാണ്. അയാൾക്ക് അറിയോ അറിയൂലേ എന്ന് നോക്കിയിട്ടല്ല. അങ്ങനെയുണ്ടല്ലോ നമ്മുടെ നാട്ടുകാരനല്ലാത്ത പുറം നാട്ടുകാരനായ തൊഴിലാളി, അയാളെ തൊഴിലിന് വിളിച്ചു. അയാൾക്ക് ആകെ ഒരു ഭാഷയേറുള്ളൂ, അയാളെ ഹിന്ദി അല്ലെങ്കിൽ അയാൾ ഉറുദു. പണി ശരിയാകാത്തത് കൊണ്ട് നമ്മൾ കുറേ അങ്ങ് പറഞ്ഞു അയാളെ പറ്റി. അയാളെ മുന്നിൽ വെച്ചാ പറഞ്ഞത്, അയാൾക്കൊന്നും തിരിയുന്നില്ല എന്താ പറയുന്നത്. ശബ്ദം കൂടുമ്പോൾ അയാൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്തോ ചൂടാകുകയാണെന്ന്.
പക്ഷേ പറയുന്ന വാക്കിൻ്റെ ഒറ്റ അർത്ഥം തിരിഞ്ഞിട്ടില്ലെങ്കിലും അതും ലഗ്വ് തന്നെയാണ്. കാരണം അത് നന്മയിൽ ചേർക്കപ്പെടൂല. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅ്സീമാ, കുറ്റപ്പെടുത്തുന്നൊരു സംസാരവും സ്വർഗത്തിൽ കാണൂല. മനുഷ്യന്മാർ നല്ല ബുദ്ധിയും നല്ല ചിന്തയും നല്ല രൂപത്തിലും നല്ല പ്രവർത്തനത്തിലുമായി ബന്ധപ്പെടുന്നവരാണ്. സ്വർഗത്തിൽ യാതൊരു തരത്തിൽ ഉള്ള അനാവശ്യ സ്വഭാവങ്ങൾ, അശ്ലീലങ്ങൾ സ്വർഗത്തിലില്ല. സ്വർഗത്തിൽ കടക്കുന്ന ആളുകളുടെ വാക്ക് വരെ വളരെ വിശുദ്ധമായ വാക്കാണ്. ആ സ്വർഗത്തിൽ നിങ്ങൾ കുറ്റം ചെയ്തു എന്നോ, നിങ്ങൾ തെറ്റ് ചെയ്തു എന്നോ, നിങ്ങൾ അനാവശ്യം ചെയ്തു എന്നോ, നിങ്ങൾ കളവ് പറഞ്ഞു എന്നോ ഒരാളും പറയൂല. അവിടെ കേൾക്കുന്ന വാക്കെന്താണെന്നറിയോ? ഇല്ലാ ഖീലൻ സലാമൻ സലാമാ. ആവർത്തിച്ച് 2 വട്ടം സലാം സലാം എന്ന് പറഞ്ഞത് എപ്പോഴും സ്വർഗത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത് റബ്ബിൻ്റെ ഭാഗത്ത് നിന്നുള്ള സലാമാണ്, മലക്കുകളെ ഭാഗത്തു നിന്നുള്ള സലാമാണ്, വിശ്വാസികളെ ഭാഗത്തു നിന്നുള്ള സലാമാണ്. സൂറത്തു യാസീനിൽ അല്ലാഹു പറഞ്ഞല്ലോ, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. സ്വർഗത്തിലുള്ള ആളുകൾക്ക് ഏറ്റവും വലിയ മഹത്വം റഹ്മാനായ റബ്ബിൽ നിന്നുള്ള കേൾക്കുന്ന സലാമാൻ. സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ ഒരു സലാം ലഭിക്കുക എന്നത് വലിയ മഹത്വമാണ്. ദുനിയാവിൽ ജീവിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ സലാം കിട്ടിയ മഹദിയാണ് സയ്യിദത്തുനാ ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹാ. ഖദീജ ബീവിക്ക് മാത്രമേ അത് കിട്ടിയിട്ടുള്ളൂ. ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ സലാമോദ് ആയിഷ ബീവിക്ക് കിട്ടിയിട്ടുണ്ട്, മറിയം ബീവിക്ക് കിട്ടിയിട്ടുണ്ട്, പല മഹത്തുക്കൾക്കും പല രൂപത്തിലും കിട്ടിയിട്ടുണ്ട്. എന്നാൽ സ്വന്തം ഭർത്താവാകുന്ന ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് വലിയ അനുസരണവും ബഹുമാനവും സ്നേഹവും തുല്യതയില്ലാത്ത രൂപത്തിൽ നൽകിയ ഖദീജ റളിയല്ലാഹു അൻഹാ രാവിലെയും വൈകുന്നേരവും പ്രായാധിക്യത്തിൽ ജബലുന്നൂറിന്റെ മുകളിലുള്ള ഹിറാ ഗുഹയിലേക്ക് കയറിപ്പോകുന്നു. എത്ര മുകളിലാണത്? പ്രായാധിക്യം എന്ന് പറഞ്ഞാൽ 55-ാമത്തെ വയസ്സിലാണ്. ചരിത്രത്തിൽ അങ്ങനെ സ്നേഹിച്ച ഒരു സഹധർമ്മിണിയെ ചരിത്രത്തിൽ കാണാൻ കഴിയില്ല. സ്വന്തം ഇണയെ, ഭർത്താവിനെ തുല്യതയില്ലാത്ത രൂപത്തിൽ സ്നേഹിച്ച, സഹകരിച്ച, വളരെ വലിയ ഇഷ്ടം നൽകിയ മഹദിയാണ് ബഹുമാനപ്പെട്ട ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ താഴ്ഭാഗത്ത് നിന്ന് പാത്രമായിട്ട് വരുന്നത് കൗതുകത്തോടെ നോക്കുന്നത് ആരാ? സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. വളരെ സന്തോഷത്തോടെ അള്ളാഹുവിൻ്റെ ഹബീബിനോട് പറയാൻ, നബിയെ, ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ആ വരവ് കാണുമ്പോൾ നമ്മളെ കൂട്ടത്തിൽ ഒരു 35 വയസ്സുള്ള ആള് ഇന്ന് ആ മലമുകളിലേക്ക് കയറുമ്പോൾ എത്ര കുപ്പി വെള്ളം കുടിക്കും? എത്ര സ്ഥലത്തൊന്ന് ഇരുന്ന് വിശ്രമിക്കും? അതും ഒരു ദിവസം ഒരു വട്ടം കയറിയാൽ പിന്നെ ഇനി അടുത്ത ആഴ്ച ആക്കാന്ന് പറയും. ഇത് പ്രായാധിക്യത്തിൽ രാവിലെയും വൈകുന്നേരവും വരണം എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് നിർദ്ദേശിച്ചിട്ടല്ല, പിന്നെയോ കണ്ടറിഞ്ഞ സ്നേഹമാണ്. സ്നേഹം വലിയ സ്നേഹമാകുന്നത് കണ്ടറിയുമ്പോഴാണ്. കണ്ടറിഞ്ഞ സ്നേഹത്തിന് എപ്പോഴും നല്ല മധുരമുണ്ടാകും. അത് ഭാര്യൻ്റെ ഭാഗത്തുനിന്നും വേണം, ഭർത്താവിൻ്റെ ഭാഗത്തുനിന്നും വേണം. വിഷയതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞത്, ദുനിയാവിൽ നിന്ന് അള്ളാഹുവിൻ്റെ സലാം കിട്ടിയ മഹദി ഖദീജ റളിയല്ലാഹു അൻഹ ഭക്ഷണപാത്രമായിട്ട് വരുന്നത് മുകളിൽ ഭക്ഷണമില്ലാത്തത് കൊണ്ടല്ല. മഹദി ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ മനസ്സിലേക്കൊരു ചിന്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചിട്ടുണ്ടോ ഇല്ലേ? കഴിക്കാതെ, ഭർത്താവ് കഴിക്കാതെ ഞാൻ ഒറ്റയ്ക്ക് കഴിക്കുന്നത് ശരിയില്ലല്ലോ, അപ്പോൾ പോയി നോക്കട്ടെ. അപ്പോഴേക്ക് ആ മനസ്സിൻ്റെ ഉള്ളിൽ വന്ന ആ ഒരു പ്രണയത്തിൻ്റെ, ആ ഒരു സ്നേഹത്തിൻ്റെ, ആ ഒരു ഹുബ്ബിൻ്റെ ആ അലയൊലികൾ അത് പുറത്തേക്ക് പ്രതിഫലിക്കുന്നു. ദൂരത്തുനിന്ന് മഹദി വരുന്നു. മലമുകളിലേക്ക് കയറുമ്പോൾ വളഞ്ഞു പൊളഞ്ഞു നിൽക്കുന്ന കല്ലുകളാണ്. ഇന്നത്തെ രൂപത്തിൽ പിടിവള്ളികളോ സ്റ്റെപ്പുകളോ ഒന്നും നിർമ്മിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു കല്ലിൽ ചവിട്ടിയിട്ട് കാല് വഴുതിപ്പോയാൽ പരിക്കുറപ്പാണ്, ചിലപ്പം മരണം വരെ സംഭവിക്കും. അത്രയും കൂർത്ത് നിൽക്കുന്ന ആ പാറക്കല്ലുകൾക്കിടയിലൂടെ
ഖദീജ റളിയല്ലാഹു അൻഹ കയറി വരുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, ഹാദിഹി ഖദീജത്തു അതത്ക ബിത്ത്ആം. ഓ നബിയെ, ഭക്ഷണപാത്രവുമായി ഖദീജ റളിയല്ലാഹു അൻഹ വരുന്നുണ്ട്. ഫൈദാ ജാഅത്ക ഫഖ്റഹാ മിൻ റബ്ബിഹസ്സലാം. തങ്ങളുടെ സവിധത്തിലെത്തിയാൽ അല്ലാഹു ഒരു സലാം തന്നിട്ടുണ്ട് ഖദീജ ബീവിക്ക്, തങ്ങളത് പറയണം നബിയേ. ലോക ചരിത്രത്തിൽ ഹുബ്ബിന്റെ പേരിൽ റഹ്മാനായ റബ്ബിന്റെ സലാം കിട്ടിയ വനിത, അല്ലാഹു സലാം കൊടുത്തയച്ച മഹദി ബീവി ഖദീജ റളിയല്ലാഹു അൻഹാക്ക് സ്വന്തമുള്ള മഹത്വമല്ലേ? ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുവന്ന സലാം ഖദീജ റളിയല്ലാഹു അൻഹക്ക് കൈമാറിയപ്പോ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ സലാം മടക്കി എങ്ങനെ? ഇന്നല്ലാഹ ഹുവസ്സലാം വഅലൈക വഅലാ ജിബ്രീലസ്സലാം. അല്ലാഹുവിനോട് വഅലൈക്കും അസ്സലാം പറയണ്ടല്ലോ, അത് സലാമിന് വേണ്ടിയുള്ള ദുആയല്ലേ, അല്ലാഹുവിന് ആവശ്യമില്ലല്ലോ. അല്ല തന്നെ സലാമാണ്. സലാം എനിക്ക് കൈമാറി തന്ന തങ്ങൾക്കും അത് കൊണ്ടുവന്ന ജിബ്രീലിനും അല്ലാഹു സലാമു നൽകട്ടെ എന്ന് പ്രത്യുത്തരം നൽകി. അത് സന്തോഷപൂർവം കേൾക്കുമ്പോ മഹദിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാം മാത്രമല്ല, സ്വർഗത്തിൽ നിങ്ങൾക്കൊരു വീടുണ്ടെന്ന് അല്ലാഹു സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. ആ വീട്ടിൽ ലാ നസബ ഫീഹി വലാ വസബ, ഒരു ക്ഷീണവും അവിടെ ഇല്ല, ഒരു കുത്തുവാക്കുമില്ല, ഒരു പൊയ്വാക്കുമില്ല, ഒരു കളവും ഇല്ല, ഒരു വ്യാജവർത്തമാനവും ഇല്ല. സന്തോഷമുള്ള സ്ഥലമാണ്. മലക്കുകളെ ഭാഗത്തു നിന്നുള്ള സലാമു കേൾക്കുമ്പോൾ വിശ്വാസികൾക്ക് വലിയ ആനന്ദമാണ്. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തസീമാ ഇല്ലാ ഖീലൻ സലാമൻ സലാമാ. ഏറ്റവും കൂടുതൽ സലാം പറയുന്നൊരു ലോകമാണത്. ഇവിടെ നമ്മൾ സലാം അധികരിപ്പിക്കണം. അവിടത്തേക്കുള്ളൊരു മാർഗമാണ് ഇവിടുത്തെ സലാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഉമ്മമാരെ, വീട്ടിൽ നിന്ന് രാവിലെ പോകുന്ന മക്കളോട് സലാം പറഞ്ഞു പോകാൻ ശീലിപ്പിക്കണം. വീട്ടിലേക്ക് വരുന്ന മക്കളോടും സലാം പറയാൻ ശീലിപ്പിക്കണം. ഭർത്താക്കന്മാർ വീട് വിട്ടിറങ്ങുമ്പോൾ ഭാര്യയോട് സലാം പറയണം, മക്കളോട് സലാം പറയണം, ബാപ്പമാര് സലാം പറയണം. സലാം പറയാതെ ഒരാൾ കയറി വരുമ്പോൾ അവനോട് വിഷയം തിരുത്തിയിട്ട് സലാം പറഞ്ഞ് പഠിപ്പിക്കണം. അങ്ങനെയായാൽ നമ്മുടെ വീടിനും കുടുംബത്തിനും കിട്ടുന്ന ബറക്കത്തിന് കയ്യും കണക്കുമില്ല. 10 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിദ്മത്തെടുത്ത ഖാദിമാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. 10ാമത്തെ വയസ്സ് കഴിയലോടെ ഖിദ്മത്തിലേക്ക് പ്രവേശിച്ചു. തങ്ങൾ വഫാത്താകുമ്പോൾ അനസ് റളിയല്ലാഹു അൻഹുവിന് 20 വയസ്സാണ്. മദീനയിൽ വേറിട്ടൊരു മഹത്വമാണ് അനസ് തങ്ങൾക്ക് കിട്ടിയത്. ആ അനസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു ദിവസം നബി തങ്ങൾ പറഞ്ഞു, അനസേ, എപ്പോ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും വീട്ടുകാരോട് സലാം പറയണേ. എന്നാൽ തക്സുറു ഖൈറു ബൈതിക, നിങ്ങളെ വീടിന് അല്ലാഹു തആല മഹത്വം പെരുത്തു തരും, നിങ്ങൾക്ക് ധാരാളം ബറക്കത്ത് വർദ്ധിക്കും. അതുകൊണ്ട് സലാം പറയുന്നത് കുറക്കരുത്. അള്ളാഹുവിനോട് വലിയ ബന്ധമുള്ളവരാണ് സലാം പറഞ്ഞു തുടങ്ങുന്നവർ. സലാം മടക്കുന്നവർക്കും വലിയ മഹത്വമുണ്ട്. ഖിയാമത്ത് നാളിൽ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ ഓരോരുത്തരും സന്തോഷപൂർവം സലാം പറയുന്നു. സലാം അങ്ങനെ കേൾക്കുക, സ്വർഗത്തിൽ അങ്ങനെ സലാം കേൾക്കുകയാണ്. ഇല്ലാ ഖീലൻ സലാമൻ സലാമ, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സലാം. ആ സലാം കേൾക്കുമ്പോൾ വിശ്വാസികൾക്ക് വരുന്ന വലിയ സന്തോഷം, ഏറ്റവും വലിയ ഇസ്സത്തുള്ള സലാം സലാമുല്ലാഹി അലാ ഇബാദിഹി, അള്ളാഹു അടിമകളോട് പറയുന്ന സലാമാണ്. കേൾക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. അള്ളാഹു പറയുന്ന ആ സലാം കേൾക്കുക, സ്വർഗക്കാർക്ക് ആ സലാം കേൾക്കുമ്പോൾ വരുന്നൊരു ആനന്ദം വർണ്ണിക്കാൻ കഴിയൂല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അല്ലാഹു തആല സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ലാസ്റ്റ് ഈ വിഷയം എന്തേ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഖുർആൻ പണ്ഡിതന്മാർ പറഞ്ഞു, ആ സ്വർഗത്തിലുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ് അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന സലാം. അതുകൊണ്ടാണ് ലാസ്റ്റ് ഇത് പറഞ്ഞു. നേരത്തെ പറഞ്ഞൊക്കെ ചെറുതാണ്. ഇതിലേക്ക് ചേർത്തി നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ ഭക്ഷണമാകട്ടെ, വെള്ളമാകട്ടെ, അവിടെയുള്ള തരുണീമണികളാകട്ടെ, അവിടെ ഇരിക്കാനുള്ള ഏറ്റവും
മെച്ചപ്പെട്ട ഫർണിച്ചറുകളും മറ്റുമാകട്ടെ, കസേര കട്ടിലുകളും മറ്റുമാകട്ടെ, അതിനേക്കാളും വലുത് ഏറ്റവും വലിയ നിഅമത്ത് അള്ളാഹുവിൽ നിന്നുള്ള സലാം. പിന്നെയോ സുമ്മ സലാമുൽ അർവാഹിൽ ആലിയ, പിന്നെ വലിയ മഹത്തുക്കളുടെ സലാമുണ്ടല്ലോ, ആ സലാമിനും വലിയ മഹത്വം ഉണ്ട്. ആ സലാമിനും വലിയ മഹത്വം ഉണ്ട്. മഹാന്മാരുടെ ഭാഗത്ത് നിന്ന് വരുന്ന സലാം, മലക്കുകളുടെ ഭാഗത്തു നിന്ന് വരുന്ന സലാം, അതേപോലെ തന്നെ അമ്പിയാക്കൾ ഔലിയാക്കളിൽ നിന്ന് കിട്ടുന്ന സലാം, മലക്കുകളെക്കാളും വലിയ ബഹുമാനമുണ്ടല്ലോ ആ സലാമിന്. ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വഫാത്തായ അന്നാണ് എൻ്റെ ഷഹീദായ മകനെ ഞാൻ കണ്ടത് എന്നൊരു മഹാൻ പറഞ്ഞു. എനിക്കൊരു മകൻ ഷഹീദായിരുന്നു. ആ മകനെ പിന്നെ ഞാൻ സ്വപ്നത്തിൽ കാണുന്നത് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വഫാത്തായ അന്നാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ചില്ലറകാരം ഭരണം നടത്തിയിട്ടുണ്ടെങ്കിലും ഭരണത്തിൽ ഏറ്റവും വലിയ നീതി പാലിച്ച മഹാനാണ്. നീതിയുടെ വിശുദ്ധി കൊണ്ട് രണ്ടാം ഉമർ എന്ന് ജനങ്ങൾ പേര് വിളിച്ചല്ലോ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്. അന്ന് മകനെ കണ്ടപ്പോൾ ആ മഹാൻ പറഞ്ഞു, എൻ്റെ മകനോട് ഞാൻ ചോദിച്ചു, മോനെ അലം തകുൻ മൈതൻ, നീ മരിച്ചു പോയിട്ടുണ്ടല്ലോ, പിന്നെ നീ ഇപ്പൊ എന്താണ് എൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത്? ഉടനെ പറഞ്ഞു, അല്ലാഹു തആലാന്റെ മാർഗത്തിൽ ഞാൻ ഷഹീദായതാണ്. എൻ്റെ ബോഡിക്കോ എൻ്റെ ആത്മാവിനോ മരണം സംഭവിച്ചിട്ടില്ല. വഅന ഹയ്യുൻ ഇൻദല്ലാഹി ഉർസഖു, ഞാൻ അല്ലാഹുവിൻ്റെ ഹളറത്തിൽ ജീവിച്ചിരിക്കുന്നവനാണ്, എനിക്ക് ഭക്ഷണം നൽകുന്നുണ്ട്. അപ്പൊ ചോദിച്ചു, ഇപ്പോൾ എന്തിനാ മോനെ നീ വന്നത്? ആകാശ ലോകത്തു നിന്നൊരു വിളിയാളം വന്നിട്ടുണ്ട്, അത് കേട്ടിട്ട് ഞാൻ ഭൂമിയിലേക്ക് വന്നതാണ്. അലാ ലാ യബ്ഖാ നബിയ്യുൻ വലാ സിദ്ദീഖുൻ വലാ ഷഹീദുൻ ഇല്ലാ വയഹ്ളുറു സ്വലാത്ത അലാ ഉമർ ബിൻ അബ്ദുൽ അസീസ്. ആകാശ ലോകത്തിൽ നിന്ന് ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ വഫാത്തായ എന്നൊരു അനൗൺസ്മെന്റ് വന്നു. എന്താണ് വിളിച്ചു പറയുന്നത്? ഇല്ല കേട്ടോ, ശേഷിക്കുന്നില്ല. ഒരു നബിയും ഒരു സിദ്ദീഖും ഒരു ഷഹീദും, മുഴുവൻ നബിമാരും ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളെ നിസ്കാരത്തിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ട്, ജനാസ നിസ്കാരത്തിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ട്. പിന്നെ ഞാനെങ്ങനെ വരാതിരിക്കും? അതുകൊണ്ട് ഞാൻ വന്നതാണ്. ഇപ്പൊ എൻ്റെ ഹദറത്തിലേക്ക് എന്തിനാ മോനെ വന്നത്? ഒന്നിനൊല്ലൊരു സലാം പറയാൻ വേണ്ടി വന്നതാണ് ബാപ്പാ. മരിച്ചുപോയവർ ജീവിച്ചിരിക്കുന്നവർക്ക് സലാം പറയാം. സ്വപ്നത്തിൽ വന്നിട്ട് സലാം പറയുക, മഹാത്മാക്കളുടെ സലാം, അതിന് വലിയ മഹത്വം ഉണ്ട്. ആ സലാം ഒരു പക്ഷേ അവർ കേൾപ്പിക്കുന്ന രൂപത്തിൽ പറയും, മറുപടി പറയും. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹളറത്തിൽ സ്വഹാബത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നിട്ട് സമ്മതം ചോദിച്ചല്ലോ, അബൂബക്കറിൻ ബിൽ ബാബി യാ റസൂലല്ലാഹ്. എല്ലാവരും അംഗീകരിക്കുന്ന ആളുകളൊക്കെ ഈ വിഷയം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഖബറിൽ നിന്ന് അങ്ങനെ ഒരു മറുപടി ഒന്നും വരൂല എന്ന് പറയുന്നവരുടെ നേതാക്കളും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബൂബക്കറിൻ ബിൽ ബാബി യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ ജനാസയാണ് വാതിൽക്കൽ, എന്തു ചെയ്യണം? തങ്ങൾ മറുപടി പറയണം. സഹാബത്തിന്റെ ഈമാൻ നോക്ക്, അവര് വെറുതെ ചോദിക്കൂലല്ലോ. മറുപടി വന്നു, പരിശുദ്ധമായ ഹുജ്റത്തു ഷരീഫയിൽ നിന്ന് മറുപടി വന്നു, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, എൻ്റെ പ്രിയക്കാരനെ എന്നിലേക്കൊന്ന് ചേർത്ത് വെക്കൂ. സലാം പറയാറുണ്ട്, മറുപടി കിട്ടാറുണ്ട്, വ്യക്തമായി മറുപടി കിട്ടാറുണ്ട്, ഉറക്കത്തിൽ മറുപടി ലഭിക്കാറുണ്ട്, സ്വപ്നത്തിൽ ലഭിക്കാറുണ്ട്. മരിച്ചുപോയവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷത്തിന്റെ പ്രാർത്ഥനയും സലാമാണ്. ഇല്ലാ ഖീലൻ സലാമൻ സലാമാ, സലാം സലാം എന്ന വാക്കല്ലാതെ അവിടെ വേറൊന്നും കേൾക്കാനില്ല. അർത്ഥശൂന്യമായൊരു വാക്കും കേൾക്കൂല, കുറ്റപ്പെടുത്തുന്നൊരു വാക്കും കേൾക്കൂല. ഇത് തന്നെയാണ് തഹിയ്യത്തുഹും ഫീഹാ സലാം, സ്വർഗക്കാരുടെ സ്വർഗത്തിലുള്ള അഭിവാദ്യം സലാമാണ്. സലാമിന് വലിയ മഹത്വം ഉണ്ടല്ലോ. സലാം പറയുന്നു, കുറ്റപ്പെടുത്തുന്നില്ല, സന്തോഷമുള്ള വാക്കുകൾ പറയുന്നു. ഒരിക്കലും കുറ്റപ്പെടുത്താത്ത ഒരു ലോകം,
ഒരാൾ ചെയ്യുന്ന പ്രവർത്തനത്തെ വിമർശിക്കാത്ത ഒരു ലോകം. സഹോദരന്മാരെ, എത്രമാത്രം പരിശുദ്ധിയുണ്ട് ആ ലോകത്തിന്. നമ്മൾ ഈ നാട്ടിൽ എ ക്ലാസ് ജീവിതം നയിച്ച ആളാണെങ്കിലും ആരോപണം എന്ന് പറഞ്ഞ സംഗതിയില്ലേ, അതുണ്ടാകും. വിശുദ്ധനാണ് എന്നത് 100% ജനങ്ങൾ സമ്മതിച്ചാലും ഒരു പക്ഷെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടല്ല, ഇല്ലാതെയും പറയില്ലേ, ഇല്ലാതെ ഉണ്ടാക്കി പറയില്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ ഏറ്റവും വലിയ വിശുദ്ധിയുള്ള നേതാവ്. ആ നേതാവിനെ സംബന്ധിച്ച് മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞില്ലേ, അവിടുന്ന് കാഹിനാണ്, ജ്യോതിശാസ്ത്രം പഠിച്ചിട്ട് അതാണ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം, അതാണ് ആൾക്കാർ ഇങ്ങനെ കൂടുന്നതെന്ന്. ആൾക്കാർക്ക് ഖുർആൻ ഓതി കൊടുക്കുമ്പോഴേക്ക് ആൾക്കാർ വരുന്നുണ്ടല്ലോ, അപ്പൊ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും പറയണ്ട. അപ്പൊ ചിലർ പറഞ്ഞു അത് ജോത്സ്യന്റെ വർത്തമാനമാണ്, അള്ളാഹു ഗണ്ണിച്ചു ഒമാഹു ബി ഖൗലി കാഹിൻ, ഒരു ജോത്സ്യന്റെ വാക്കൊന്നും അല്ല. അപ്പൊ ചിലര് പറഞ്ഞു ഒരു കവിയാണ്, പാട്ടുകാരനാന്ന് തോന്നുന്നുണ്ട്, കാരണം പാട്ടിലുണ്ടല്ലോ ഒരു ആസ്വാദനം, അങ്ങനെ ജനങ്ങളെ കീഴടക്കാണ്. അള്ളാഹു പറഞ്ഞു വലാ ബി ഖൗലി വലാ ഒമാഹു ബി ഖൗലി ഷാഇർ, ഒരു പാട്ടുകാരന്റെ വർത്താനമല്ല. സൂറത്ത് യാസീനിൽ അല്ലാഹു തആല വ്യക്തമായി പറഞ്ഞു വമാ അല്ലംനാഹു ശിഅറ വമാ യംബഗി ലഹു ഇൻ ഹുവ ഇല്ലാ ദിക്റും വഖുർആനും മുബീൻ. അപ്പൊ ദുനിയാവിന്റെ അവസ്ഥ അങ്ങനെയാ, ഒരു കുഴപ്പമില്ലെങ്കിലും എന്തെങ്കിലും കുഴപ്പം പറയും. വലിയ മഹാനല്ലേ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ അടുക്കൽ ശിഷ്യന്മാരിങ്ങനെ ഓരോ ദിവസം കൂടുമ്പോൾ അധികം ഇങ്ങനെ വരിക, എല്ലാ ഭാഗത്തുനിന്നും. മിസ്റിൽ മഹാനവർകൾ ബഗ്ദാദിൽ പോയി താമസിക്കുമ്പോൾ ബഗ്ദാദിലേക്ക് ചെല്ലുന്നത് ഒരു കേസിൽ പെട്ടിട്ടാണ്, ഒരു കേസിൽ കുടുക്കിയിട്ടാണ് ഹാറൂൺ റഷീദ് അങ്ങോട്ട് ചെല്ലുന്നത്. പക്ഷെ അപ്പോൾ പോലും പഠിതാക്കൾ ഇങ്ങനെ വരിക പല ഭാഗത്തുനിന്നും. തടവുകാരനായി കഴിയുമ്പോഴും പഠിതാക്കൾക്കൊരു കുറവില്ല, ഇൽമു പറഞ്ഞു കൊടുക്കുന്നതിനും കുഴപ്പമില്ല, കുറവില്ല. അപ്പൊ ആളുകൾ ശിഷ്യന്മാരിങ്ങനെ പെരുത്തു വന്നപ്പോൾ ചില ആൾക്കാർക്ക് അത് അങ്ങനെ കണ്ടുകൂടാതായി. അപ്പോൾ പലതും പറയാൻ തുടങ്ങി ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെ പറ്റി. ഒരു വലിയ പണ്ഡിതൻ ഒരു വലിയ സദസ്സ് സംഘടിപ്പിച്ചിട്ട് ഷാഫി ഇമാം തങ്ങൾ മരിക്കാൻ വേണ്ടിയതായിരുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഹസദിന്റെ മൂർച്ച എത്ര വലുതാണ്. അപ്പൊ ഷാഫി ഇമാം തങ്ങളെ പറ്റി മഹാന്മാര് പറഞ്ഞു ഹസദുൽ ഫതാഇദ് ലം യനാലു സഅയഹു ഫൽകുല്ലു അഅദാഉൽ ലഹു വഖുസൂമു. അച്ചറുപ്പക്കാരനോട് അവർ അസൂയ വെച്ചു. എന്തേ അസൂയ വെക്കാൻ കാരണം? ഇദ് ലം യനാലു സഅയഹു, അച്ചറുപ്പക്കാരൻ്റെ അത്ര അധ്വാനം അവരെങ്ങനെ അധ്വാനിച്ചിട്ടും എത്തിക്കുന്നില്ല. അവരെത്ര ഇൽമ പറഞ്ഞു കൊടുത്തിട്ടും ശിഷ്യന്മാർ കൂടുന്നില്ല. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഇൽമിന്റെ ഒഴുക്ക് കണ്ട് ജനങ്ങൾ ഇങ്ങനെ വരുന്നു, ചോദിക്കുന്നു, പഠിക്കുന്നു, എഴുതുന്നു. കാത്തിബീങ്ങൾ എത്ര വരുന്നു, എഴുതിയെടുക്കുന്നു, ചോദിക്കുന്നു. ആകയാൽ ഫൽകുല്ലു അഅദാഉൻ ലഹു വഖുസൂമു. നോക്കുമ്പോ കുറെ ആളുകൾ ഷാഫി ഇമാം തങ്ങൾക്ക് എതിർപക്ഷത്താണ്. പക്ഷേ ഷാഫി ഇമാം തങ്ങൾ അവർക്കൊന്നും പ്രശ്നമില്ല, എല്ലാവരോടും ഷാഫി ഇമാം തങ്ങൾ ചിരിക്കാറുണ്ട്. ഒരാൾ വന്നിട്ട് ഷാഫി ഇമാം തങ്ങളോട് നിങ്ങൾ മരിക്കാൻ വേണ്ടിയിട്ട് മറ്റയാൾ ദ്വാരുന്നിട്ടുണ്ട്. ഒരു പണ്ഡിതന് നിങ്ങൾ മരിക്കാൻ വേണ്ടി ദ്വാരുന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു എന്നാ അയാൾ മരിക്കാൻ വേണ്ടി ഞാനും ദ്വാരക്കട്ടെ എന്ന് പറഞ്ഞു. മഹാനവർകൾ പറഞ്ഞില്ല. മഹാനവർകൾ എന്ത് പറഞ്ഞു? തമന്നാ ഉനാസുൻ അൻ അമൂത വഇൻ അമുത് ഫതിൽകാ സബീലുൻ ലസ്തു ഫീഹാ ബിഔഹദി. ചില ആൾക്കാർ ഞാൻ മരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല, കാരണം മരണം എന്നുള്ളത് എനിക്ക് മാത്രമുള്ളതല്ലോ, അവരും മരിക്കുമല്ലോ. ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നവരും മരിക്കൂലേ, ഞാൻ മാത്രമേ മരിക്കുള്ളൂ എന്നെങ്കിലും ഒരു സങ്കടം നോക്കാം. ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരു പക്ഷെ എൻ്റെ മുന്നിൽ മരിച്ചു പോകും, അങ്ങനെ ഉണ്ടാകൂലേ? ഷാഫി ഇമാം റളിയല്ലാഹുവിനെതിരെ ഇങ്ങനെ ദ്വാരുന്ന മനുഷ്യൻ ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ വഫാത്തിന് ശേഷം ഒരാളും സ്വീകരിക്കാത്ത രൂപത്തിൽ അതപ്പതിച്ചുപോയി. ഒരാളും അയാളെ മുന്നിൽ വന്ന് ഇൽമു ചോദിക്കാനോ കേൾക്കാനോ ഇരിക്കാനോ ആരും തന്നെ തയ്യാറായില്ല. എത്ര വലിയ ബഹുമാനമുള്ള മഹാനാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. ജീവിതത്തിൽ ഒരു സെക്കൻഡ് പോലും വെറുതെ കളഞ്ഞൂന്ന് പരിശോധിച്ചാൽ കാണാൻ പറ്റൂല. അത്രയും സമയത്തിന്റെ വിലയും നിലയും മനസ്സിലാക്കി അമല് കൊണ്ട് മുഴുകിയ മഹാനാണ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു. എത്ര പ്രതിസന്ധി സഹിച്ചിട്ടുണ്ട്. ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ബാസൂർ രോഗമുണ്ടായി, മൂലക്കുരുവിന്റെ രോഗം. ഒരു പാത്രം അടിയിൽ വെച്ചിട്ട് അതിലേക്ക് ചോരങ്ങനെ ഉറ്റി വീഴുന്നു. അപ്പൊ ശിഷ്യന്മാർ ചോദിച്ചു, ഉസ്താദേ ഇത് പൂർണ്ണമായിട്ട് ഷിഫയായിട്ട് ദർസ് നടത്തിയ പോലെ. ആ പാത്രം നിറയെ ചോര വരുമ്പോൾ കൊണ്ടുപോയി ഒഴിവാക്കുന്നു, പിന്നെയും കൊണ്ടുവന്ന് പാത്രം വെക്കുന്നു, അതിൻ്റെ മേലെ ഇരുന്ന് ദർസ് നടത്തുന്നു.
നമ്മളൊന്നും ഒരു പ്രതിസന്ധിയും സഹിച്ചിട്ടില്ല. പ്രതിസന്ധി എന്താന്ന് തന്നെ അറിഞ്ഞിട്ടില്ല നമുക്ക്. നിങ്ങൾ നോക്കി, ഇൽമ പറഞ്ഞു കൊടുക്കുമ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, ഉസ്താദെ ഇതൊക്കെ സുഖമായിട്ട് എടുത്താൽ പോരെ? അപ്പോൾ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ദർസ് അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അസുഖമൊന്നും അറിയുന്നില്ല. ഞാൻ നിങ്ങൾക്ക് ഹദീസ് അങ്ങനെ പറഞ്ഞു തരുമ്പോൾ, ആയത്തിൻ്റെ തഫ്സീർ പറഞ്ഞു തരുമ്പോൾ, ഫിഖ്ഹിൽ നിന്ന് മസ്അല പറഞ്ഞു തരുമ്പോൾ, ഇൽമുൽ കലാം പറഞ്ഞു തരുമ്പോൾ ഈ വിഷയമൊന്നും ഞാൻ അറിയുന്നില്ല. എൻ്റെ രോഗത്തിൻ്റെ അളവൊക്കെ കുറഞ്ഞു പോകാൻ അള്ളാഹുവിനോട് സുഖം ചോദിക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയ എന്ന് സുഖം ചോദിച്ച് ദ്വാർന്നിട്ട് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു സഹിച്ച് വീണ്ടും ദർസ് നടത്തുക. ആ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവോട് അസൂയ വെച്ചു. അതൊക്കെ ഈ ലോകത്തിൻ്റെ ഒരു അവസ്ഥ എങ്ങനെയാണ്? സ്വർഗലോകം അങ്ങനെയല്ല. ഒരാൾ ചെയ്ത പ്രവർത്തനത്തെ എതിർക്കാൻ അവിടെ കഴിയൂല, ചോദ്യം ചെയ്യാനുള്ള മനസ്സ് വരൂല, കുറ്റപ്പെടുത്തുന്ന സംസാരം വരൂല. ഇവിടെ സത്യത്തിന് വേണ്ടി പ്രവർത്തിച്ചാലും ചിലപ്പോൾ കുറ്റപ്പെടുത്തും. അവരെന്തോ കാര്യലാഭത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കാനാണ് എന്നൊക്കെ പറയും. വലാ തസീമാ, കുറ്റപ്പെടുത്തുന്ന ലോകമല്ല. സലാം പറയുന്നു, സന്തോഷം പറയുന്നു. അവിടെ എത്തിയിട്ട് മഹാന്മാരുടെ സലാം കേൾക്കാൻ, അള്ളാഹുവിൻ്റെ സലാം കേൾക്കാൻ അള്ളാഹു നമുക്ക് വിധി കൂട്ടിത്തരട്ടെ. വഅസ്ഹാബുൽ യമീനി മാ അസ്ഹാബുൽ യമീൻ. രണ്ടാമത്തെ വിഭാഗത്തെപ്പറ്റി ചർച്ച ചെയ്യുകയാണ്. മധ്യവിഭാഗം, സ്വർഗത്തിലേക്ക് ചെറിയ രൂപത്തിലെങ്കിലും രക്ഷപ്പെട്ടു പോകുന്ന വിഭാഗം. അഥവാ എന്തെങ്കിലുമൊക്കെ ശഫാഅത്ത് കൊണ്ടോ അമലിൻ്റെ മുൻതൂക്കം കൊണ്ടോ രക്ഷപ്പെടൂല എന്നൊക്കെ കരുതിയിട്ട് പിന്നെയും എന്തെങ്കിലുമൊക്കെ ഒരു ഓഫർ കിട്ടിയിട്ടോ സ്വർഗത്തിലെത്തുന്നൊരു വിഭാഗം ഉണ്ട്. വലത്തെ കയ്യിലാണ് അവർക്ക് കിതാബ് ലഭിച്ചിരുന്നത്. കിതാബ് ലഭിച്ചിട്ട് പിന്നെ ചർച്ചങ്ങ് തുടങ്ങിയപ്പോൾ അവർക്ക് തോന്നി ഇത് പരാജയപ്പെട്ടു പോവുകയാണ്. മീസാനിൽ തൂക്കിയപ്പോഴും അവർക്ക് തോന്നി കുടുങ്ങിപ്പോവുകയാണ് എന്ന്. പിന്നെ എങ്ങനെയൊക്കെയോ ഒന്ന് രക്ഷപ്പെട്ടങ്ങനെ മുന്നോട്ട് നീങ്ങുന്നു. വഅസ്ഹാബുൽ യമീൻ, വലതുപക്ഷത്ത് കിതാബ് കിട്ടിയ ആളുകൾ, അർശിന്റെ വലത്തെ ഭാഗത്ത് നിന്ന ആൾക്കാർ, മഹാന്മാർ. മാ അസ്ഹാബുൽ യമീൻ, ആ വലതുഭാഗത്ത് നിന്ന ആളുകളുടെ മഹത്വം എത്ര വലുതാണ്. ലാ തദ്രി മാ ലഹും മിനൽ ഖൈരി വൽ ബറക, അവർക്ക് അല്ലാഹു നൽകുന്ന മഹത്വവും ബറക്കത്തും നിങ്ങൾക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയൂല. അത്രയും വലുതാണ്. അതാ രണ്ടാമതൊരു ചോദ്യ ചിഹ്നിട്ട് അല്ലാഹു തആല മഹത്വം പഠിപ്പിച്ചത്. അത് ഖുർആനിൽ പലയിടത്തും അങ്ങനെ ശൈലിയുണ്ട്. ഒരു വിഷയത്തിന്റെ വലുപ്പം മനസ്സിലാക്കി തരാൻ അല്ലാഹു തആല രണ്ടാമതൊരു ചോദ്യ ചിഹ്നം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്നിട്ട് പിന്നൊരു ചോദ്യമാണ്, വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. അത് ലൈലത്തുൽ ഖദ്റിന്റെ മഹത്വത്തെ പറ്റി എത്ര വിശദീകരിച്ചാലും വർണ്ണിച്ചാലും പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയൂല. അത്രയും വലുതാണ്. ഖിയാമത്ത് നാളിനെ പറ്റിയും പറഞ്ഞപ്പോൾ അങ്ങനെയാണ്. അൽ ഖാരിയതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ. ചെവിട് മുഴുവനും അറ്റുപോകുന്ന, പൊടിപൊടിയായി പോകുന്ന രീതിയിലുള്ള ഘോര ശബ്ദം. അൽ ഖാരിഅ, ചെവിട് കൊണ്ട് കേൾക്കാൻ കഴിയാത്ത ശബ്ദമാണ് ഘോര ശബ്ദം. കാതുള്ള മനുഷ്യന്റെ കാതിന്റെ പാട പൊട്ടിപ്പോകും, പൊടിപൊടിയായി പോകും. അത്രയും വലിയ ഭീകര ശബ്ദം വരുന്ന ഖിയാമത്ത് നാളിനെ പറ്റി എന്താ മനസ്സിലാക്കിയത്? എത്രമാത്രം വലിയ വലുപ്പമുണ്ടെന്നറിയുമോ? ഭീകര രംഗമാണെന്നറിയുമോ? വർണ്ണിച്ചു തീർക്കാൻ കഴിയൂല. ഇതേ രൂപത്തിലാണ് മാ അസ്ഹാബുൽ യമീൻ. വലത്തെ കയ്യിൽ കിതാബ് കിട്ടുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന മഹത്വം വിവരിച്ച് തീർക്കാൻ കഴിയുമോ? ഇല്ല. അവർക്കല്ല കൊടുക്കുന്ന ഗുണങ്ങൾ തീർക്കാൻ കഴിയുമോ? ഇല്ല. ചിലത് മാത്രം അള്ളാഹു സാമ്പിളിന് പറഞ്ഞു തരികയാണ്. കാരണം സ്വർഗലോകത്തെ അനുഗ്രഹങ്ങളെപ്പറ്റി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ മൊത്തത്തിൽ വിവരിച്ചത് എങ്ങനെയാണ്? മാലാ ഐനുൻ റഅത്ത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത സുഖമാണ് സ്വർഗത്തിലുള്ള സുഖം. വലാ ഉദുനുൻ സമയത്ത്, ഒരു കാതും കേട്ടിട്ടില്ലാത്ത സുന്ദര ശബ്ദമാണ് സ്വർഗത്തിലെ ശബ്ദം. വലാ ഖത്റ അലാ ഖൽബി ബശരിൻ, ഒരു മനുഷ്യന്റെ മനസ്സിലും പ്ലാൻ വരാത്ത കെട്ടിടങ്ങളും അത്ര സൗന്ദര്യമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുമാണ് അവിടെയുള്ളത്. ഒരാൾക്കതിൻ്റെ മോഡൽ ഇവിടെ ഒപ്പിയെടുക്കാൻ കഴിയൂല, നിർമ്മിക്കാൻ കഴിയൂല. എങ്ങനെ നിർമ്മിച്ചാലും അതിൻ്റെ അവസാനം ഉണ്ടാവും. സ്വർഗലോകം അവസാനിക്കാത്ത ലോകല്ലേ. അപ്പൊ അവിടുത്തെ മോഡൽ കണ്ട് ഇവിടെ നിർമ്മിക്കാൻ ഒരു പ്ലാൻ വരക്കാൻ കഴിയൂല. അത്രമാത്രം മഹത്വം ഉണ്ട്. പിന്നെ ഈ പറയുന്നത്
കുറേയൊക്കെ മനസ്സിലാക്കാനും മനസ്സമാധാനത്തിന് വേണ്ടി ചില ഉദാഹരണങ്ങൾ അല്ലാഹു തആല പഠിപ്പിച്ചതാണ്. ഫീ സിദ്രിൻ മഖ്ലൂദ്, സ്വർഗ്ഗക്കാര് അസ്ഹാബുൽ യമീൻ മധ്യവിഭാഗം ആളുകൾ, അവർ ഫീ സിദ്രിൻ മഖ്ലൂദ്, അവർ വിശ്രമിക്കുന്നത് എലന്ത മരത്തിലാണ്. വൃക്ഷങ്ങളെയാണ് അള്ളാഹു ആദ്യം പറയുന്നത് മഖ്ലൂദ്, മുള്ളു മുഴുവനും മാറ്റിയെടുത്ത, മുള്ളു മുഴുവനും ഒഴിവാക്കിയ, മുള്ളില്ലാത്തത്, മുള്ള് അല്ലാഹു തആല കളഞ്ഞിട്ടുണ്ട്, നീക്കിയിട്ടുണ്ട്. ദുനിയാവിലെ എലന്തമരം അങ്ങനെയല്ല, അതിന് മുള്ളുണ്ട്. സിദ്ർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പെട്ടെന്ന് മനസ്സിലേക്ക് വരിക. അതുകൊണ്ടാണ് സ്വഹാബത്ത് മുഴുവനും അഅറാബികൾ വരുന്നത് അവർക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഹദീസിൽ കാണാം, അഅറാബികളെ വരവ് ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. കാരണം അവർ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ആ ചോദ്യം ഡയറക്റ്റായി നബി തങ്ങളോട് ചോദിക്കാൻ ഞങ്ങൾക്ക് പേടിയായിരിക്കും. അങ്ങനെ ഒരു ദിവസം ഒരു അഅറാബി വന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു, അള്ളാഹിൻ്റെ റസൂലേ, ദക്കറല്ലാഹു ഫിൽ ജന്നതി ഷജറതൻ തുദി സ്വാഹിബഹാ, അള്ളാഹു സ്വർഗത്തിൽ ഒരു മരത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ, ആ മരം, ആ മരത്തിൻ്റെ അടുത്ത് പോയി നിൽക്കുന്ന ആൾക്ക് ഇടങ്ങേറല്ലേ? എന്താ ഇടങ്ങേറ് എന്ന് പറയാൻ കാരണം മുള്ളു വൃക്ഷമാണ്. സിദ്ർ എന്ന് ദുനിയാവിൽ കാണുന്ന എലന്ത മരത്തിനൊക്കെ മുള്ളുണ്ട്. മുള്ളുള്ള വൃക്ഷത്തിൻ്റെ മേലെ കയറാൻ കഴിയൂല, അതിൻ്റെ ചില്ലയിൽ ഇരിക്കാൻ കഴിയൂല, അതിൻ്റെ അടുത്ത് പോയി ചാരി നിൽക്കാൻ പോലും പറ്റൂല. ഫഇന്ന ലഹു ഷൗക്കൻ മൂദിയ, നബിയെ ആ വൃക്ഷത്തിന് മുള്ളില്ലയോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഫീ സിദ്രിൻ മഖ്ലൂദ്, മുള്ള് കൊഴിഞ്ഞെടുത്ത, മുള്ള് കടഞ്ഞെടുത്ത, മുള്ള് നീക്കിയ വൃക്ഷമാണത്. മഖ്ലൂദ് എന്ന് പറഞ്ഞാൽ ഖലദല്ലാഹു ഷൗക്കഹു, മുള്ള് മുഴുവനും അല്ലാഹു തആല തുടച്ചു നീക്കിയിട്ടുണ്ട്. മുള്ളിന്റെ സ്ഥാനത്ത് അല്ലാഹു തആല പഴങ്ങളെ വെച്ചിട്ടുണ്ട്. ഇവിടെ ആ മരത്തിന് എത്രമാത്രം മുള്ള് കണ്ടിരുന്നോ, മുള്ളിന്റെ സ്ഥാനത്ത് മുഴുവനും അല്ലാഹു പഴങ്ങളെ വെച്ചിട്ടുണ്ട്. അതിൽ നിന്നൊരു പഴം ഇങ്ങനെ പൊളിച്ചു നോക്കിയാൽ തഫത്തഖസ്സമറതു മിൻഹാ അൻ 72 ലൗനം മിനത് ത്വആം, ഒരു പഴം ഇങ്ങനെ കീറി നോക്കിയാൽ ആ പഴത്തിൽ നിന്ന് 72 രുചിഭേദങ്ങൾ വരുന്നുണ്ട്. മാ ഫീഹാ ലൗനുൻ യുശ്ബിഹുൽ ആഖർ, ഒരു നിറം മറ്റൊന്നിനോട് സാമ്യമായതില്ല. ഒറ്റ പഴം, ആ മുള്ളുള്ള സ്ഥാനത്ത് മുഴുവനും അല്ലാഹു തആല പഴങ്ങളെ വെച്ചിരിക്കുക. ഒരു പഴം ഇങ്ങനെ എടുത്തിട്ട് ഒന്നിങ്ങനെ തുറന്നു നോക്കിയാൽ, ഒന്ന് പൊളിച്ചു നോക്കിയാൽ അതിൽ നിന്ന് രുചിക്കുന്ന ഓരോന്നും ഇങ്ങനെ പൊളിക്കുമ്പോഴേക്ക് കളറ് വ്യത്യസ്ത രൂപത്തിലുള്ള, വ്യത്യസ്ത രുചിയിലുള്ള ഓരോ പഴങ്ങളാണ്, ഓരോ രുചികളാണ് ഒരു പഴത്തിൻ്റെ ഉള്ളിൽ തന്നെ. ഒരു പഴത്തിൻ്റെ ഉള്ളിൽ തന്നെ 72ഓളം രുചി വൈഭവങ്ങൾ. സ്വർഗത്തിലെ പഴത്തിൻ്റെ മഹത്വം നോക്ക് നിങ്ങൾ. ദുനിയാവിൽ മുള്ള് വെച്ചിരുന്ന സ്ഥലത്ത് അല്ലാഹു തആല ആഖിറത്തിൽ കൊണ്ടുവരുമ്പോൾ ആ മരത്തിൽ മുള്ളില്ല, അവിടെ നിറഞ്ഞ പഴങ്ങളാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, സ്വർഗത്തിലുള്ള പഴങ്ങളിൽ ഒറ്റൊന്നും മൂടി വെക്കപ്പെട്ട രൂപത്തിലുള്ള പഴങ്ങളല്ല. ദുനിയാവിൽ ചിലതിനൊക്കെ മൂടിയുണ്ട്, അത് പൊളിച്ചിട്ട് വേണം ഭക്ഷിക്കാൻ, പുറത്ത് നന്നായിട്ട് ഭക്ഷിക്കാൻ കഴിയൂല. സ്വർഗത്തിലുള്ളത് അങ്ങനല്ല. സ്വർഗത്തിലുള്ള പഴം ഇവിടെ തൊലി ഒഴിവാക്കേണ്ടി വരും, ചിലത് തിന്നണമെങ്കിൽ തൊലി കൂടെ തിന്നൂല. സ്വർഗത്തിലുള്ളത് ബൽ കുല്ലുഹാ മഅ്കൂലുൻ, ഒറ്റ പഴവും ഒഴിവാക്കാനില്ല, പഴത്തിൻ്റെ ഒരു ഭാഗവും കളയാനില്ല, മുഴുവനും തിന്നാൻ പറ്റിയതാണ്. വമശ്റൂബുൻ, പാനീയമുള്ളതാണ്. വമശ്മൂമുൻ, നല്ല വാസനയുള്ളതാണ്. വമൻളൂറുൻ ഇലൈഹി, കാണാനും നല്ല സൗരഭ്യമുള്ളതാണ്. ഈ 4 ഒത്ത രൂപത്തിലുള്ള ഒരു പഴം ദുനിയാവിൽ കുറവാണ്. നല്ല വാസനയുള്ളതാണ് ഓറഞ്ച്, അല്ലേ? എൻ്റെ തോലാറുന്നോ? ഓറഞ്ച് നല്ല വാസന ഉള്ളതല്ല, നല്ല വാസനയാണ്. റീഹുഹാ ത്വയ്യിബ് എന്ന് കാണാൻ ഹദീസിൽ, നല്ല മണാണ്, എൻ്റെ രുചി നല്ല രുചിയാണ് എന്ന് കരുതിയിട്ട് തോലാര തിന്നു? തോലാര തിന്നൂലല്ലോ. പഴം നോക്ക് നിങ്ങൾ, നല്ല രുചിയാണ്, തോലാര നമ്മളാരും തിന്നു? അത് വേറെ ആർക്കെങ്കിലും പശുക്കൾക്കോ ആടുകൾക്കോ കൊടുക്കും. അവിടെ അങ്ങനല്ല, അവിടെ തൊലി അങ്ങനെ കളഞ്ഞ് തിന്നേണ്ട ആവശ്യം വരില്ല, മൊത്തം ഭക്ഷിക്കാൻ പറ്റും. അതിൽ തന്നെ പാനി കുടിക്കാനുള്ളതുണ്ടാകും, അത് തന്നെ മണക്കാനും നല്ല വാസനയാണ്. ഇവിടെ നല്ല മധുരല്ലേ കാരക്കക്ക്? കാരക്കക്ക് എന്ത് വാസനയുള്ളത്? കാരക്കക്ക് വാസനയൊന്നുമില്ലല്ലോ, നല്ല രുചിയല്ലേ? രുചിയുണ്ട്, പക്ഷെ മണല്ല. സ്വർഗത്തിലെ പഴങ്ങൾക്കൊക്കെ ഈ 4 സ്വഭാവമുണ്ട്.
ഭക്ഷിക്കാൻ പറ്റും, ഭക്ഷ്യയോഗ്യമാണ്, കുടിക്കാൻ പറ്റും, പാനീയമുണ്ട്, മണക്കാൻ പറ്റും, നല്ല വാസനയുണ്ട്, കാണാൻ പറ്റും, നല്ല സൗന്ദര്യവുമുണ്ട്. ഫീ സിദ്രിൻ മഖ്ലൂദ്. അതുകൊണ്ട് ബുദ്ധിമുട്ടായി തൊലി ഇങ്ങനെ നീക്കിയിട്ട് പഴം കടിക്കേണ്ട ആവശ്യമില്ല. മുള്ളു മുഴുവനും കളഞ്ഞെടുത്ത നല്ല വൃക്ഷങ്ങളുണ്ട്, അവിടെ മരങ്ങളുണ്ട്. മരങ്ങൾ വലിയ ആസ്വാദനത്തിൻ്റെ ഒരു ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ എന്തിനാണ് മരങ്ങൾ വെച്ചത്? ഉല്ലസിക്കാനാണ്. വരുന്നുണ്ട് തഫ്സീറിൽ കാണാം, ഉല്ലസിക്കാനാണ്. വത്വൽഹിൻ മൻളൂദ്. അടിക്കടിയായി നിൽക്കുന്ന, അട്ടിയട്ടിയായി നിൽക്കുന്ന നല്ല കുലകളുള്ള പഴങ്ങളും ഉണ്ട്. ഇവിടെ നമ്മളൊരു വാഴപ്പഴം നോക്കുമ്പോൾ ഒരു കൊല കിട്ടിയെങ്കിൽ അൽഹംദുലില്ലാ സമാധാനമായി. അതിൽ നിന്ന് എല്ലാ കായകളും ഒരു പക്ഷേ കിട്ടിക്കോണമെന്നില്ല, ചിലത് കേടുണ്ടാകും. അതിൻ്റെ ഒന്ന് നേരെ മുകളിൽ. സ്വർഗത്തിൽ അങ്ങനെയല്ല. മൻളൂദ് എന്ന് പറഞ്ഞാൽ താഴെ മുതൽ മേലെ വരെ പഴ. സ്വർഗത്തിലെ വാഴക്കുല എങ്ങനെ? താഴെ മുതൽ അതിൻ്റെ മുരട് മുതൽ, മൻളൂദ് പറഞ്ഞത് അടിക്കടിയായിട്ട് താഴ്ഭാഗം മുതൽ മേൽഭാഗം വരെ പഴങ്ങളാണ്. ഒന്ന് പറിച്ചാൽ അപ്പൊ തന്നെ അവിടെ വേറൊന്ന് വന്ന്. അപ്പൊ പിന്നെ പറിക്കുന്ന ആൾക്ക് ഒരു പ്രതീക്ഷ അസ്തമിക്കുന്ന ഒരു രൂപം ഇല്ല. അത് തീർന്നു പോയാലും ഇനി എന്താക്കും? അങ്ങനല്ല. അപ്പൊ കായകളെ നോക്കിയിട്ട് രണ്ട് കൈ കൊണ്ട് ഓരോരുത്തർ ഇങ്ങനെ വലിക്കാണ്. വലിക്കുമ്പോഴേ കഥ പുതിയത് അവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വരുന്നു. സ്വർഗലോകത്തുള്ള പഴങ്ങളല്ലേ. മൻളൂദ്, അടിക്കടിക്കാക്കി വെച്ച, അട്ടിയട്ടിയാക്കി വെച്ച, വളരെ പ്രകാശപൂരിതമായ, നല്ല വാസനയുള്ള, കാണാൻ നല്ല ഭംഗിയുള്ള, ഭക്ഷിക്കാൻ നല്ല സന്തോഷമുള്ള രീതിയിൽ അല്ലാഹു തആല തട്ടുതട്ടാക്കി വെച്ച, ഖദ് നളദ ഹംലുഹു വതറാകബ ബഅദുഹു അലാ ബഅദിൻ മിൻ അസ്ഫലിഹി ഇലാ അഅല. താഴ്ഭാഗത്തു നിന്ന് മേൽഭാഗം വരെ അടിക്കടിയായി വെച്ച പഴങ്ങളാണ്. അങ്ങനെ ഒരു മരം ഏതാ ഇവിടെ ഉള്ളത്? താഴെ മുതൽ മേലെ വരെ വേണം. എവിടെയെങ്കിലും മറ്റിൽ മാത്രം ഉണ്ടായാൽ പോരാ, മേലെ മാത്രം ഉണ്ടായാലും പോരാ, നടുവിലുണ്ടായാലും പോരാ, ഫുള്ള് വേണം. ഇനി ഉണ്ടെങ്കിൽ തന്നെ മൊത്തം ശരിയായി കിട്ടുന്നതാണെങ്കിൽ അതും കുറവാ. അപ്പൊ ഫീ സിദ്രിൻ മഖ്ലൂദ്, മുള്ളെല്ലാം നീക്കിയ നല്ല വൃക്ഷങ്ങളുണ്ട്. ആ വൃക്ഷങ്ങളെ ചുവട്ടിലാണ്, സുഖത്തിലാണ്. അതേ വത്വൽഹിൻ മൻളൂദ്. ത്വായിഫുകാർക്ക് മുജാഹിദ് റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീറിൽ കാണാം, ത്വായിഫുകാർക്ക് ഒരു മലഞ്ചെരുവുണ്ടായിരുന്നു പഴയ കാലത്ത്. ആ മലഞ്ചെരു കാണുമ്പോഴേക്ക് അവർക്ക് സന്തോഷമാണ്. കാരണം അതിൽ ഒരുപാട് പഴങ്ങളുള്ള മരങ്ങളുണ്ടായിരുന്നു, ധാരാളം എലന്ത മരങ്ങളും ഉണ്ടായിരുന്നു. ത്വായിഫുകാർ പറയാറുണ്ട്, യാ ലൈത ലനാ ഫീ ജന്നത്തിൻ മിസ്ലു ഹാദൽ വാദി. ഇതുപോലെയുള്ള ഒരു മലഞ്ചെരു നമുക്ക് സ്വർഗത്തിലും കിട്ടിയെങ്കിൽ. കാരണം മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഒരു ഭാഗവും ഒഴിവില്ല, മുഴുവനും പഴങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്, നല്ല തണൽ വൃക്ഷങ്ങളും നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത് എന്ന് ബഹുമാനപ്പെട്ട മുജാഹിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. വത്വൽഹിൻ മൻളൂദ്, അടിക്കടിക്കായി വെച്ച കുലകളാണ് അതിലുള്ളത്. അതേ, തണൽ വൃക്ഷങ്ങളും വലിയൊരു സന്തോഷം തന്നെയാണ്. എലന്ത മരം എന്ന് പറയുന്നത് സഹോദരന്മാരെ, ദുനിയാവിലുള്ള എലന്ത മരത്തിൽ നിന്ന് പൂർണ്ണമായും വ്യത്യാസമുണ്ട്. കാരണം ഇവിടെ അത് ഭക്ഷ്യയോഗ്യമല്ല, മാത്രമല്ല കൂടുതൽ തണൽ കൊള്ളാൻ വലുപ്പവുമില്ല. ആഖിറത്തിൽ അങ്ങനെയല്ല. ഇന്ന ഫിൽ ജന്നത്തി ഷജറ, സ്വർഗത്തിൽ ഒരു മരമുണ്ട്. യസീറുർ റാകിബു ഫീ ളില്ലിഹാ, അതിൻ്റെ തണലിലായിട്ട്. അതിൻ്റെ തണൽ എന്ന് പറയുമ്പോൾ സൂര്യപ്രകാശം തട്ടിയിട്ടുള്ള തണലല്ല, അങ്ങനെ കരുതരുത്. സൂര്യപ്രകാശം അങ്ങോട്ടില്ല. സ്വർഗത്തിൽ സൂര്യന്റെ പ്രകാശമോ ബുദ്ധിമുട്ടോ ഇല്ല. പിന്നെ സ്വർഗത്തിൽ എന്തിനാണ് തണല്? സ്വർഗലോകത്ത് അല്ലാഹു തആല നൂറല്ലേ നൽകിയത്, പ്രകാശമാണല്ലോ, നൂറുണ്ടല്ലോ. ആ നൂറ് തന്നെ എത്ര ശക്തമായ നൂറാണ്. ആ നൂറ് കൊണ്ട് ആർക്കെങ്കിലും ഇടങ്ങേറുണ്ടോ? ഇടങ്ങേറില്ല. എന്നാലും ഒന്നിരിക്കാനും ആസ്വദിക്കാനും അല്ലാഹു തആല പ്രത്യേകം സംവിധാനിച്ച തണലാണ്. അല്ലാതെ വിയർത്തിട്ട് പോയിരിക്കുന്ന തണലല്ല, ചൂട് കൂടിയിട്ട് പോയിരിക്കുന്ന തണലല്ല, പൊള്ളിയിട്ട് വയ്യാന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുന്ന തണലും അല്ല. സ്വർഗത്തിലെ ഒരു വൃക്ഷത്തിന്റെ തണലിന്റെ വലുപ്പം ഒരു യാത്രക്കാരൻ അതിന്റെ തണലിലൂടെ 100 കൊല്ലം യാത്ര ചെയ്യുന്നു.
എന്നാലും ആ മരം മുറിച്ച് കടക്കാൻ പറ്റൂല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേണമെങ്കിൽ നിങ്ങൾ ഓതിക്കോളൂ, വലില്ലിൻ മംദൂദ്, വലില്ലിൻ നല്ല തണല്, ആ തണല് തന്നെ മംദൂദിൻ വിശാലമായ തണലാണ്, പ്രവിശാലമായ തണലാണ്, അല്ലെങ്കിൽ നിലനിൽക്കുന്ന തണലാണ്, അറ്റുപോകൂല, ഒരു ഭാഗത്തും ഒരു സ്ഥലത്തും കൊടിഞ്ഞു പോകൂല. എത്ര നീളമുണ്ട്, 100 കൊല്ലം ഒരു യാത്രക്കാരൻ സഞ്ചരിച്ചാലും തണല് വൃക്ഷം മുറിച്ചു മാറ്റാൻ കഴിയൂല, മുറിച്ചു കടക്കാൻ കഴിയൂല. അത്രയും പ്രവിശാലമായ തണലാണ് അല്ലാഹു തആല കൊടുത്തിരിക്കുന്നത്. സ്വർഗക്കാര് ആ തണലിന്റെ ചുവട്ടിൽ വന്ന്, തണൽ വൃക്ഷത്തിന്റെ ചുവട്ടിൽ വന്ന് വല്ലാതെ സന്തോഷിക്കും, ഉല്ലസിക്കും. ഇവിടെ മനുഷ്യന്മാരെ പൊതുവെയുള്ളൊരാഗ്രഹമാണത്. പൊതുവെ നല്ല തണൽ വൃക്ഷങ്ങൾ ആരാണ് ആഗ്രഹിക്കാത്തത്? തണൽ എല്ലാവർക്കും ആഗ്രഹമാണ്. നല്ല പഴവർഗ്ഗങ്ങൾ ആഗ്രഹിക്കാത്തവരാരാ? ഇനി ഇതാ വെള്ളത്തിൻ്റെ പറയുന്നുണ്ട്, വെള്ളം ആഗ്രഹിക്കാത്തവരാരാ? ഇതൊക്കെ നമുക്കിവിടെ ഏറ്റവും വലിയ താല്പര്യമുള്ളതല്ലേ. ഒരു സ്ഥലം വിൽക്കുകയാണെങ്കിൽ ഉടനെ ചോദിക്കും, വഴിയുണ്ടോയെന്ന് ചോദിക്കും, വെള്ളം കിട്ടുമെന്ന് ചോദിക്കും. അത് ആവശ്യമല്ലേ, അല്ലെങ്കിൽ കാര്യങ്ങൾ നടക്കൂലല്ലോ. വെള്ളം കിട്ടും, കാരണം അതിൻ്റെ അപ്പുറത്ത് ഒരു 3 കിണർ കുഴിച്ചിട്ടും ഒരു 10 അടി ആകുമ്പോഴേക്കാണ് വെള്ളം കിട്ടിയിട്ടുണ്ട്. എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് കുഴിച്ച കിണറാണ്. അൽഹംദുലില്ലാ, എന്നാ കിട്ടുമെന്ന് പ്രതീക്ഷ ഉണ്ട്. എല്ലാവരും ആവശ്യപ്പെടുന്നതല്ലേ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ തഫ്സീറിൽ കാണാം, സ്വർഗത്തിലെ ഒരു മരം, ഷജറത്തും ഫിൽ ജന്ന, സ്വർഗത്തിലെ ഒരു മരം, അതിൻ്റെ തണ്ടിൻ്റെ ഭാഗത്ത്, അതിൻ്റെ ആ കാലിൻ്റെ ഭാഗത്ത് സ്വർഗക്കാരതിലേക്ക് വന്നിങ്ങനെ അതിൻ്റെ കാലിൻ്റെ മേൽ ചാരിങ്ങനെ അവരിയ്ക്കും, സ്വർഗത്തിലെ മരത്തിൻ്റെ. എന്നിട്ട് അവരിങ്ങനെ വർത്തമാനം പറയും, പരസ്പരം അങ്ങനെ സന്തോഷവാക്കുകൾ പറയും. ദുനിയാവിലുള്ള കളികളൊക്കെ അവരെ മനസ്സിലിങ്ങനെ ഓർമ്മ വരും. നമ്മൾ അവിടെ കളിച്ചില്ലല്ലോ, വേറെ കുറേ ആൾക്കാർ കളിക്കാൻ പോയിരുന്നു, അവർ പല കപ്പും വാങ്ങിയിരുന്നു, പലതും വാങ്ങിയിരുന്നു. ദുനിയാവിലെ കളികളൊക്കെ സ്വർഗക്കാർ അവിടെ വെച്ച് ഓർത്തെടുക്കും. ഓർത്തെടുക്കുമ്പോൾ ഫയുർസിലുല്ലാഹു റീഹൻ മിനൽ ജന്നത്തി, സ്വർഗത്തിൽ നിന്ന് അള്ളാഹു ഒരു മന്ദമാരുതനെ അയക്കുകയാണ്, കാറ്റിനെ അയക്കുകയാണ്. ഫതുഹർരികു തിൽക ശജറ ബികുല്ലി ലഹ്വിൻ കാന ഫിദ്ദുനിയാ, ദുനിയാവിൽ എന്തെല്ലാം വിനോദങ്ങളുണ്ടോ ആ വിനോദങ്ങൾക്കൊക്കെ അല്ലാഹു തആല മരത്തെ കീഴ്പ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പൊ ഇവിടെ കുറെ ആൾ ഊഞ്ഞാലിൽ കളിച്ചിട്ടുണ്ട്, കുറെ ആൾക്കാർ മരണക്കിണറിൽ പോയിട്ട് കണ്ട് ആസ്വദിച്ചിട്ടുണ്ട്, വേറെ കുറെ ആൾക്കാർ പല കളികളിലും കണ്ടിട്ടുണ്ട്. അതിലേക്കൊന്നും പോകാതെ അതൊക്കെ സ്വർഗത്തിൽ വരാനുണ്ടല്ലോ, അവിടെ വെച്ചാകാമെന്ന നിലക്ക് ക്ഷമയോടെ കണ്ടു കഴിഞ്ഞവർ അല്ലാഹു തആല ആ മരത്തിന്റെ ചുറ്റും ഒരുമിച്ച് കൂടിയിട്ട് അവരെ മനസ്സിൽ ദുനിയാവിലെ വിനോദങ്ങൾ ഓർമ്മ വരുമ്പോഴേക്ക് സ്വർഗത്തിൽ നിന്ന് കാറ്റേക്കുന്നു. മരച്ചില്ലകൾ എന്തെല്ലാം കളികൾ ഇവിടെ വെച്ച് ആസ്വാദകരമായിട്ടുണ്ടായിട്ടുണ്ടോ അതൊക്കെ അവർക്ക് കളിപ്പിച്ചു കൊടുക്കുന്നു. കേടായതല്ല, സന്തോഷമായത്. അപ്പൊ ആ മരത്തിന്റെ ഒരു ചില്ലയിൽ നിന്ന് വേറൊരു ചില്ലയിലേക്ക് ഒരു ചാട്ടം, അവിടുന്ന് ഇങ്ങോട്ടൊരു ചാട്ടം, താഴോട്ട് വീണുപോകുന്നില്ല കേട്ടോ, പേടിയൊന്നുമില്ല, നല്ല സന്തോഷകരമായിട്ട് അങ്ങനെ തോന്നുന്നത്. കാരണം ഇവിടൊക്കെ കാണുന്ന പിന്നെ വലിയ ലോങ് ജമ്പിലും ഹൈ ജമ്പിലൊക്കെ സ്വർണം നേടുന്ന പോലെ നമ്മളൊന്നും ചാടാൻ പോയിട്ടില്ല. എന്നാ ഒന്ന് നോക്കുക, ഈ കാറ്റ് മുഖേന അല്ലാഹു തആല അങ്ങോട്ട് തെറിപ്പിക്കുക, അവിടുന്ന് ഒന്ന് ഇങ്ങോട്ട്. വലിയ സന്തോഷമല്ലേ അല്ലാഹു തആല കൊടുക്കുന്നത്. ആ മരം തന്നെ താഴോട്ട് ഇങ്ങനെ താഴ്ന്നു വന്ന് പിന്നെ മേലോട്ട് അങ്ങനെ പൊക്കുന്നു. ഉയർത്തപ്പെട്ട വിരിപ്പുകളുണ്ട്, കട്ടിലുകളുണ്ട്. സ്വർഗത്തിലെ വിരിപ്പിന്റെ ഉയരം, സ്വർഗത്തിലെ കട്ടിലിന്റെ ഉയരം ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇർതിഫാഉഹാ കമാ ബൈനസ് സമാഇ വൽ അർളി. സഹോദരന്മാരെ, ഇവിടെ മുകളിലേക്ക് ഒരു വലിയ കെട്ടിടമുണ്ടാക്കി. ആ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് മറ്റൊരു കെട്ടിടത്തിലേക്ക് അതാ ഒരാള് ഒരു ഊഞ്ഞാലുണ്ടാക്കുന്നു. അതൊരു 100 നിലയുള്ള കെട്ടിടമാണെന്ന് കരുതിക്കോളൂ. അതിൽ ആസ്വദിക്കാൻ ആളുകൾക്കൊരു സന്തോഷമുണ്ടാകും. കാരണം അത്ര ഉയരത്തിലെത്തിയിട്ടാണല്ലോ അവിടെ ഇങ്ങനെ ആസ്വദിക്കുന്നത്. പേടിയോടുകൂടെയാണ് ഇവിടുത്തെ ആസ്വാദനം. എന്നാൽ അവിടെ എങ്ങനെയല്ല, ആ സന്തോഷപൂർവം തന്നെ ആ വിരിപ്പുകളുടെ കട്ടിലുകളുടെ ഉയരം മസീറത്തു മാ ബൈനഹുമാ 500 ആം. ആകാശഭൂമികൾക്കിടയിലുള്ളതിൻ്റെ വൈദൂരം 500 കൊല്ലത്തെ വൈദൂരമാണ്.
അത്രയും അകലം ഉണ്ട്, അത്രയും ഉയരം ഉണ്ട്. നല്ല പുള്ളിങ്ങുള്ള, നല്ല മൃദുലതയുള്ള ഒരുപാട് വിരിപ്പുകൾ ഉയർത്തപ്പെട്ട രീതിയിൽ അള്ളാഹു വെച്ചിരിക്കുന്നു. അപ്പോൾ ഒരാളും അയാളുടെ ഇണകളും തമ്മിൽ ഇങ്ങനെ ഇരുന്നിട്ട് അവർക്കൊക്കെ ഒന്ന് മുകളിലേക്കൊന്ന് പോകണമെന്ന് മനസ്സിൽ കരുതുമ്പോഴേക്ക് ആ വിരിപ്പും കട്ടിലും അങ്ങനെ ഉയരുകയാണ്, മേലോട്ട് ഉയരുകയാണ്. അവിടെയുള്ള സ്വിച്ച് എന്താണെന്നറിയോ? ഉദ്ദേശമാണ്. വലഹും ഫീഹാ മാ യദ്ദഊൻ. എന്താണോ ആഗ്രഹിക്കുന്നത്, താല്പര്യപ്പെടുന്നത്, താല്പര്യത്തിനനുസരിച്ച് അല്ലാഹു തആല ബാക്കിയെല്ലാം ചെയ്തു കൊടുക്കുകയാണ്. അപേക്ഷ സമർപ്പിക്കേണ്ടതില്ല, ഒരാളോട് പറയേണ്ടതില്ല, അവർ നനച്ചാൽ മാത്രം മതി. വിരിപ്പ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, വിരിപ്പിന്റെ മേലെ സുഖിക്കാനും ഉല്ലസിക്കാനും തരുണികൾ വേണ്ടേ? അതുകൊണ്ടാണ് ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ. ആ വിരിപ്പിന്റെ മുകളിലുള്ള തരുണികളില്ലേ, പ്രത്യേകം നമ്മൾ സംവിധാനം ചെയ്തതാണ്. ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ. അവരെ നമ്മൾ പ്രത്യേകം രൂപകൽപ്പന ചെയ്തു, പ്രത്യേകം സൃഷ്ടിച്ചിട്ടുണ്ട്. ഫജഅൽനാഹുന്ന അബ്കാറാ. ആ തരുണികളെ നാം കന്യകകളാക്കി വെച്ചിട്ടുണ്ട്. എന്നും അവർ കന്യകകളാണ്, കന്യകത്വം വിടാത്തവരാണ്. റുബൻ, കണ്ടാൽ കണ്ണഞ്ചിപ്പിക്കുന്നവരാണ്, കണ്ടാൽ കൂടുതൽ 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 ആഗ്രഹിക്കുന്നവരും ഇഷ്ടം വെക്കാൻ കൂടുതൽ ഇഷ്ടമുള്ളവരുമാണ്. അത്റാബാ, സമപ്രായക്കാരാണ്. പ്രായം കുറവില്ല, പ്രായം കൂടുതലും ഇല്ല. നിങ്ങൾ നോക്ക്, ഇത് സഹോദരിമാരെ പറ്റി പറഞ്ഞതാണ്. സഹോദരിമാരെ ശരിക്ക് ശ്രദ്ധിച്ചോളൂ. ഹദീസിൽ കാണാം അല്ലാഹു പ്രത്യേകം നിർമ്മാണം നടത്തിയ സഹോദരിമാർ. ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ. അവരെ നമ്മൾ പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ്. ഇവരാരാന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുന്നല്ലവാതി ഖുബിലിന ഫീ ദാരിദ് ദുനിയാ. ഭൗതിക ലോകം വിട്ട് പിരിഞ്ഞുപോയ സഹോദരിമാരാണ്. അജായിസു ശുംതൻ റുംസാ. ഇവിടെ നിന്ന് അവർ പിരിഞ്ഞു പോകുമ്പോ 90 അതിലപ്പുറമൊക്കെ എത്തിയിട്ടുണ്ട്, വയോവൃദ്ധകളാണ്. അതേ ശുംതൻ, അവരുടെ തല മുഴുവനും നരച്ചിട്ടുണ്ട്, നരബാധിച്ചിട്ടുണ്ട്. റുംസൻ, അവരുടെ കണ്ണിന്റെ കുടികളിലൊക്കെ പീളകൾ ഇങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ട്. എത്ര വൃത്തിയാക്കിയാലും പിന്നെ ഇങ്ങനെ വന്ന് 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 ഇങ്ങനെ കൂടും. പ്രായാധിക്യമാകുമ്പോ അങ്ങനെയാണ്. അത്തരത്തിൽ പ്രായം ചെന്നവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അങ്ങനെ ക്ലിയറാക്കി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തു. ഇപ്പോൾ അവിടെ പ്രായത്തിന്റെ അങ്ങേ അറ്റത്ത് എത്തുന്നൊരു സ്വഭാവം ഇല്ല. ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ. പ്രത്യേക നിറം കൊടുത്തു, പ്രത്യേക ചർമ്മം കൊടുത്തു, പ്രത്യേക ഭംഗി കൊടുത്തു, പ്രത്യേക ആകാര സൗഷ്ഠവം കൊടുത്തു, പ്രത്യേക സ്നേഹം കൊടുത്തു, പ്രത്യേക സുഖം കൊടുത്തു, പ്രത്യേക വൈകാരികമായ അവസ്ഥയും കൊടുത്തു. എപ്പോഴും അവർ കന്യകകളാണ് എന്നല്ലേ ആ ആയത്ത് കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, പടച്ചോനെ എന്തൊരു വേദന അനുഭവിക്കണം എന്ന് പറഞ്ഞു. കാരണം ഇവിടെ പൊതുവെ സഹോദരിമാര് അവർ കന്യകത്വം വിടാത്തവരാണെങ്കിൽ ഒരു ഭർത്താവിൽ നിന്ന് സുഖം അവർക്ക് ലഭിക്കുന്നത് കന്യക ചർമ്മം വേർപ്പെട്ടതിന് ശേഷം കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ്. ആണുങ്ങൾക്ക് അങ്ങനെയല്ല, ആണുങ്ങൾക്ക് ഓൾറെഡി എപ്പോഴും ഉണ്ടാകും, സുഖം ഉണ്ടാകും. അപ്പൊ അവിടെ കന്യകകളാണെങ്കിൽ ഇവിടെ നിന്ന് തുടക്കത്തിൽ വേദന അനുഭവിച്ചതുപോലെ എത്ര വേദന അനുഭവിക്കണം. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ ലൈസ ഹുനാലിക വജഉൻ. അവിടെ ഒരു വേദന അനുഭവിക്കുന്ന സുഖവും ഇല്ല. എന്നും അല്ലാഹു തആല ആ സഹോദരിമാരുടെ, ദുനിയാവിൽ നിന്ന് പോകുന്ന സഹോദരിമാരുടെ ശരീരത്തിന് എപ്പോഴും അതാ മധുര 17കാരിയുടെ നല്ല പകിട്ടാർന്ന ശരീരം കൊടുക്കുന്നു. കന്യകത്വം വിടാത്തവരാണ്. ദുനിയാവിലും അല്ലാഹു തആല അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് ഖുർആൻ പണ്ഡിതന്മാർ അവിടെ സമർത്ഥിക്കുന്നത് കാണും. ബഹുമാനപ്പെട്ട സയ്യിദുനാ സക്കരിയ അലൈഹിസ്സലാം, അവർക്ക് അല്ലാഹു പ്രായാധിക്യത്തിലാണല്ലോ മക്കളെ കൊടുത്തത്, യഹ്യാ നബിയെ. ആ യഹ്യാ നബിയെ കൊടുക്കുന്നതിന്റെ മുമ്പ് അങ്ങേ അറ്റത്തെ പ്രായമായ ഭാര്യയെ വഅസ്ലഹനാ ലഹു സൗജാ, പ്രായാധിക്യത്തിലെത്തിയ ഭാര്യയെ അല്ലാഹു തആല യുവത്വത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്നു. എന്നിട്ട് യുവത്വത്തിന്റെ പ്രസരിപ്പ് കൊടുത്തിട്ട് അതിലൂടെയാണ് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യഹ്യാ അലൈഹിസ്സലാം യഹ്യാ നബിയെ കൊടുക്കുന്നത്.
തരം മാറ്റി കൊടുത്തു. ഇതേ രൂപത്തിൽ പ്രായാധിക്യത്തിൽ ഇവിടുന്ന് കഴിഞ്ഞവരാണെങ്കിലും അവിടെ എത്തുന്ന സമയത്ത് ആ പ്രായമൊന്നുമില്ല. അവർക്ക് നല്ല സന്തോഷകരമാകുന്ന അവസ്ഥയും സിറ്റുവേഷനും ഒക്കെ അല്ലാഹു തആല കൊടുക്കാണ്. ഇതിനെ സംബന്ധിച്ചൊരു നീണ്ട ഹദീസ് ഉണ്ട്, ഞാനത് ചുരുക്കി വായിക്കാം. ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബീവി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ സൂറത്തുൽ വാഖിയയെ പറ്റി നന്നായി നബി തങ്ങളോട് ചോദിച്ച് പഠിച്ച് വിശദീകരിച്ച് നമുക്ക് പഠിപ്പിച്ചെന്ന മഹദിയാണ്. മഹദി അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, സൂറത്തുൽ വാഖിയയിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ വഹൂറുൻ ഈൻ, എന്താണ് ആ വാക്കിന്റെ അർത്ഥം? ഇന്നലെ നാം പറഞ്ഞു വഹൂറുൻ ഈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തു. ഹൂറുൻ എന്ന് പറഞ്ഞാൽ ബീലുൻ, വെളുത്തവർ എന്നാണ്. ഈൻ എന്ന് പറഞ്ഞാൽ ലിഖാമുൽ ഉയൂനു, കൺതടങ്ങൾ നല്ല നല്ല കട്ടിയുള്ളവർ. കൺതടം വിശാലമായവരും നല്ല കട്ടിയുള്ളവരുമാണ്. അതേ കൺതടത്തിന് നല്ല കട്ടിയുണ്ടെങ്കിൽ കാണാൻ നല്ല ചൊറുക്കുണ്ടാകും, സൗന്ദര്യമുണ്ടാകും. അപ്പൊ വീണ്ടും ചോദിച്ചു നബിയെ, കംസാലിൽ ലുഉലുഇൽ മക്നൂൻ, സൂറത്തുൽ വാഖിയയിൽ തന്നെ അള്ളാഹു പറഞ്ഞല്ലോ കംസാലിൽ ലുഉലുഇൽ മക്നൂൻ, എന്താണ് ആ വാക്കിന്റെ അർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചിപ്പിക്കകത്തുള്ള മുത്തുകളെ പോലെ എന്നല്ലേ. സ്വഫാഉഹുന്ന സ്വഫാഉദ്ദുർരില്ലദീ ഫിൽ അസ്ദാഫ്, ആ തരുണീമണികളുടെ ഹൂറുല്ലീങ്ങളുടെ വെണ്മ, അവരുടെ ക്ലിയർ ചിപ്പിക്കകത്തുള്ള മുത്തിന്റെ വെണ്മ പോലെയാണ്. അല്ലദീ ലം തമുസ്സഹുൽ ഐദീ, ചിപ്പിക്കകത്ത് അല്ലാഹു അതിനെ സൂക്ഷിച്ചത് കൈകളൊന്നും തൊടാത്ത രൂപത്തിലല്ലേ. ഇതേപോലെ ഹൂറുല്ലീങ്ങളെ മുമ്പ് ആരും തൊട്ടിട്ടില്ല, ആരും സ്പർശിച്ചിട്ടില്ല. അവരേറ്റവും ഫ്രഷ് മുതലാണ്. അതാണ് കംസാലിൽ ലുഉലുഇൽ മക്നൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഫ്സീർ പറഞ്ഞു കൊടുക്കാണ്. പിന്നെയും മഹദി ചോദിക്കാൻ നബിയെ മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞല്ലോ ഫീഹിന്ന ഖൈറാത്തുൻ ഹിസാൻ, സ്വർഗ്ഗത്തിൽ ഖൈറാത്തുൻ സൽവനിതകളുണ്ട്, ഹിസാനുൻ സുന്ദരികളുണ്ട്. എന്താണ് ഈ സൽവനിതകൾ? അപ്പൊ നബി തങ്ങൾ പറഞ്ഞു ഖൈറാത്തുൽ അഖ്ലാഖി, നല്ല സ്വഭാവ ക്ലിയറുള്ളവരാണ്. ഹിസാനുൽ വുജൂഹ്, മുഖസൗന്ദര്യം വല്ലാതെ അധികരിച്ചവരാണ്. പിന്നെ മഹദി ചോദിക്കാണ് അല്ലാഹുവിന്റെ റസൂലേ, ഉറുബന്ന തുറാബ, അള്ളാഹു എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? ഉറുബന്ന തുറാബ ആരാണ്? ഉറുബൻ എന്ന് പറഞ്ഞാൽ നല്ല കാണുമ്പോഴേക്ക് ഇഷ്ടം തോന്നുന്നവർ. അവിടുന്ന് ഇങ്ങോട്ടും ഇഷ്ടമുണ്ട്, ഇവിടുന്ന് അങ്ങോട്ടും ഇഷ്ടമുണ്ട്. ആ ഇഷ്ടം കാരണം, ആ സന്തോഷം കാരണം ആ സ്വർഗത്തിലുള്ള ആ സഹോദരിയെ, ആ ഇണയെ വിട്ടിട്ട് മറ്റൊന്നിലേക്ക് കണ്ടുപോകൂല. ഇവിടെ 100 വട്ടം കണ്ടിട്ട് 101ാമത്തെ വട്ടം ഉറപ്പിച്ച പെണ്ണാണെങ്കിലും വേറൊരു പെണ്ണിനെ കാണുമ്പോൾ ഓ ആ പെണ്ണിനെ കിട്ടിയാൽ മതി എന്നിട്ടോ. സംഗതി ഇപ്പം അതിന് മുമ്പ് ഇതിനെ കിട്ടിയല്ലോ. ഒരു ചെറിയ ചാഞ്ചല്യം നോട്ടത്തിന് അവിടെ അങ്ങനെ ഉണ്ടാവില്ല. അതാണ് ഉറുബൻ. അവരെ കണ്ടാൽ അവര് തിരിച്ചിങ്ങോട്ടും ഭർത്താക്കന്മാരിലേക്കുള്ള അവരുടെ ആകർഷണീയതയും ഇവിടുന്ന് അങ്ങോട്ടുള്ളതും റെഡിയാണ്. ഇവിടെ അങ്ങനെ അല്ലല്ലോ, ഇവിടെ അതിന് മാറ്റം ഉണ്ടല്ലോ. അവിടെ അങ്ങനെ. ഈ ഖൗലിനെ പറ്റി ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു ഹുന്നല്ലവാത്തി ഖുബിദ്ന ഫീ ദാരിദ്ദുനിയ, ഭൗതിക ലോകത്തു നിന്ന് പിരിഞ്ഞു വന്ന സഹോദരിമാരാണ്. പ്രായാധിക്യം കൂടുതലായിട്ടാണ് അവർ മരിച്ചുപോയത്. പക്ഷേ ഖലഖഹുന്നല്ലാഹു ബഅദൽ കിബരി, പ്രായാധിക്യത്തിന് ശേഷം അല്ലാഹു തആല അവരെ പടച്ചു. ഫജഅലഹുന്ന അദാറാ, അവരല്ലാഹു തആല കന്യകളാക്കി സൃഷ്ടിച്ചു. ഉറുബൻ എന്ന് പറഞ്ഞാൽ മുതാശിഖാത്തിൻ മുഹബ്ബബാത്ത്, കണ്ടാൽ തന്നെ താല്പര്യം വരും, ഇഷ്ടം തോന്നും അവരോട്. അത്രാബൻ, സമപ്രായക്കാരാണ്. അലാ മീലാദിൻ വാഹിദ്, ഇവിടെ പ്രായത്തിനനുസരിച്ച് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, ഓ നിങ്ങളെ ഈ 45 വയസ്സുള്ള നിങ്ങളെയാണല്ലോ എനിക്ക് കിട്ടിയത്, എനിക്കൊക്കെ വേറെ എത്ര ഭർത്താക്കന്മാരെ കിട്ടും. അത് പറയില്ല, പേടിക്കണ്ട, ആരും പേടിക്കണ്ട. എല്ലാവർക്കും ഒരേ വയസ്സ്, എല്ലാവർക്കും ഒരേ വയസ്സ്. അബ്നാഉ സലാസത്തിൻ വസലാസീൻ, ഒക്കെ 33കാരൻ. പിന്നെ ആ കേസ് വരൂല. ഇവിടെ നമ്മൾ ആദ്യത്തെ ഹൈ ലെവലൊക്കെ കണ്ടപ്പോൾ അവർ നമ്മൾ സ്വീകരിച്ചു. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ നമ്മൾ നിരബാധിച്ചപ്പോൾ അവർ പടച്ചോനെ ഞാനാകെ 22 നിങ്ങളിപ്പോൾ തന്നെ നിരച്ചോ, നഞ്ഞ് വേറെ ആരെങ്കിലും നോക്കേണ്ടി വരും എന്നൊരു പക്ഷേ അവർ പൂതി പറഞ്ഞാലും അവിടെ അത് നടക്കൂല, അവിടെ അങ്ങനെ ഉണ്ടാകൂല. കാരണം എല്ലാവർക്കും ഒരേ പ്രായമല്ലേ, എല്ലാവർക്കും ഒരേ പ്രായം, ഒരേ നീളം. അലാ തൂലി അബീഹിം ആദം അലൈഹിസ്സലാം 60 ദിറാഅൻ, 60 മുഴം.
എല്ലാവർക്കും ഒരേ നീളം കൊടുത്തില്ലെങ്കിൽ കുറേ നീളമുള്ള പിന്നെ അവിടുന്ന് വിളിക്കും തോട്ടിന്ന്, പിന്നെ അത് കേൾക്കേണ്ടി വരും. അതുണ്ടാവില്ല, എല്ലാവർക്കും ഒരേ നീളം. നീളം കുറഞ്ഞ ആളെ പിന്നെ അവിടുന്ന് കുറിയ ആള് കുള്ളെന്ന് വിളിക്കും. അപ്പം അങ്ങനത്തെ ഒരു വിളിയില്ല, എല്ലാവർക്കും ഒരേ നീളം, ഒരേ പ്രായം. എന്തൊരു സന്തോഷമാണ്. അപ്പോൾ ഇതിങ്ങനെ കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട, ഇനി സഹോദരിമാർ ശരിക്കും കേൾക്കി, ബഹുമാനപ്പെട്ട ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയുടെ ചോദ്യം, അല്ലാഹുവിന്റെ റസൂലേ, നിസാഉദ്ദുന്യാ അഫ്ളലു അമിൽ ഹൂറുൽ ഈൻ, ദുനിയാവെന്ന് കുറെ കാലം ജീവിച്ച് മരണപ്പെട്ടു പോയ സഹോദരിമാരാണോ ശ്രേഷ്ഠവാന്മാർ, അല്ലെങ്കിൽ സ്വർഗത്തിൽ അല്ലാഹു പ്രത്യേകം സൃഷ്ടിച്ച ഹൂറുല്ലീങ്ങളാണോ? ഹൂറുല്ലീങ്ങളെ പറ്റി നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, അവർക്കാണോ മഹത്വം? ദുനിയാവിൽ ജീവിച്ച് അള്ളാഹുവിലും റസൂലിലും വിശ്വസിച്ച് ഇബാദത്തൊക്കെ ചെയ്തു പോകുന്ന പെണ്ണുങ്ങൾക്കാണോ? തങ്ങൾ പറഞ്ഞു, ബൽ നിസാഉദ്ദുന്യാ അഫ്ളലു മിനൽ ഹൂറിൽ ഈൻ, സ്വർഗത്തിലെ ഹൂറുല്ലീങ്ങളെക്കാളും മഹത്വമുള്ളത് ദുനിയാവിലെ സഹോദരിമാരാണ്. കഫളിൽ ളിഹാറത്തി അലൽ ബിത്വാനാ, എത്ര മഹത്വം എന്നറിയോ? പുറം ഭാഗത്തുള്ളതിൻ്റെ മഹത്വം ഉള്ളിലുള്ളതിനേക്കാളും പുറത്തുള്ളതിന് മഹത്വമുണ്ടല്ലോ അല്ലേ? പുറത്ത് കാണുന്നതിനൊരു മഹത്വല്ലേ, ഉള്ളിലുള്ളതിനേക്കാളും മഹത്വമുണ്ട്. ഇതേപോലെ ഉള്ളറയിൽ താമസിച്ചവരാണ് ഹൂറുല്ലീങ്ങൾ, ഒരു ഇതുവരെ പുറത്ത് വന്നവരല്ല. അവരെക്കാളും മഹത്വമുണ്ട് പുറത്ത് ജീവിച്ച, പുറം ലോകത്ത് ജീവിച്ച ദുനിയാവിലെ സഹോദരിമാർക്ക്. സഹോദരിമാരെ, ഇതെങ്ങനെ കിട്ടിയതെന്ന് അറിയും മഹത്വം? അതും ബഹുമാനപ്പെട്ട ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, അല്ല നബിയെ, ബിമദാഖ, ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോയ സഹോദരിമാരാണ് ഉത്തമൻ, ശ്രേഷ്ഠതയുള്ളവർ എന്ന് പറഞ്ഞല്ലോ, എന്തേ അതിന് കാരണം? തങ്ങൾ പറഞ്ഞു, ബി സ്വലാത്തിഹിന്ന, ദുനിയാവിലെ പെണ്ണുങ്ങൾക്ക് നിസ്കാരമുണ്ട്, വസിയാമിഹിന്ന, ഇവരെ നോമ്പുകൊണ്ടും, വഇബാദത്തിഹിന്ന, അവരുടെ ആരാധന കൊണ്ടും, അല്ലാഹു അസ്സ വജൽ, അല്ലാഹു തആലാക്ക് അവർ ആരാധിച്ച ആരാധന കൊണ്ടും അല്ലാഹു അവർക്ക് മഹത്വം കൊടുത്തു. ദുനിയാവിലെ പെണ്ണുങ്ങൾക്ക് ഈ മഹത്വം ഉണ്ട്. അതുകൊണ്ടല്ലേ നാളെ സ്വർഗത്തിലെത്തിയ ശേഷം സ്വർഗത്തിലെ ഹൂറുല്ലീങ്ങൾ അവിടെ വെച്ചിട്ടതാ ദുനിയാവിൽ നിന്ന് വന്ന സഹോദരിമാരെ കാണുമ്പോ, ഇന്നലെ നമ്മൾ പാടിയ പാട്ടുണ്ടല്ലോ, ഹൂറുല്ലീങ്ങളെ പാട്ട്, ആ പാട്ട് അവർ പാടും, നഹ്നുർ റാളിയാതു ഫലാ നസ്ഖതു നഹ്നുൽ മുഖീമാതു ഫലാ നൽഅനു, അങ്ങനെ തുടങ്ങിയ വരികൾ പാടുമ്പോ ദുനിയാവിലെ സഹോദരിമാർ അവർക്ക് നല്ല മറുപടി കൊടുക്കുന്നുണ്ട്. എന്താ മറുപടി എന്നറിയോ? ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ദുനിയാവിലെ സഹോദരിമാർ പറയും, നഹ്നുൽ മുസല്ലിയാതു വമാ സ്വല്ലൈതുന്നാ, ഞങ്ങൾ നിസ്കരിച്ചവരാ, നിങ്ങൾ നിസ്കരിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ സ്വർഗത്തിൽ അല്ലാഹു തആല ഇങ്ങനെ ചൊങ്കും ചൊറുക്കാക്കി പടച്ചു എന്നല്ലേ ഉള്ളൂ. ഞങ്ങൾ നിസ്കരിച്ചവരാണ്. നിങ്ങൾ നിസ്കരിച്ചിട്ടുണ്ടോ? ഇല്ല. നഹ്നു സായിമാതു വമാ സുംതുന്നാ, ഞങ്ങൾ നോമ്പ് നോറ്റവരാണ്, നിങ്ങൾ നോമ്പ് നോറ്റിട്ടില്ലല്ലോ. നഹ്നുൽ മുതവല്ലിആതു വമാ തവല്ലതുന്നാ, ഞങ്ങൾ ഉളൂ ചെയ്തവരാണ്, നിങ്ങൾ ഉളൂ ചെയ്തിട്ടില്ല. നഹ്നുൽ മുതസദ്ദിഖാതു വമാ തസദ്ദഖതുന്നാ, ഞങ്ങൾ സ്വതക്ക ചെയ്തവരാണ്, നിങ്ങൾ സ്വതക്ക ചെയ്തിട്ടില്ല. ഉമ്മമാരെ ഇങ്ങനെ പറയാൻ നമ്മുടെ ഐനുൽ ഹുദാ മദ്രസക്കൊക്കെ നിങ്ങളെ നല്ല പൊട്ടിയ വളയും കമ്മലൊക്കെ ആവശ്യമുണ്ട്, ശമ്പളത്തിലേക്കും അതിൻ്റെ ബാക്കി ആവശ്യങ്ങളിലേക്കൊക്കെ. ഈ പാട്ട് പാടണമെങ്കിൽ നാളെ വരുമ്പോൾ എല്ലാവരും, മറ്റന്നാളും ബാക്കിയുള്ള ദിവസം വരുമ്പോൾ അവരവരുടെ ജീവിതത്തിൽ സ്വതക്കക്ക് വേണ്ടി നീക്കി വെച്ച സ്വർണ്ണാഭരണങ്ങൾ എന്തെങ്കിലും കൊണ്ടുവരണം. ഇവിടെയുള്ള ആ മദ്രസയെ സഹായിക്കാൻ വേണ്ടി, ദീന് പഠിപ്പിക്കുന്ന സ്ഥാപനമല്ലേ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ദുനിയാവിലെ സഹോദരിമാർ എന്തൊക്കെ എണ്ണി പറയുന്നത്? ഞങ്ങൾ സ്വതക്ക കൊടുത്തിട്ടുണ്ട്, നിങ്ങളെവിടെ സ്വതക്ക കൊടുത്തു? നിങ്ങൾ സ്വർഗത്തിൻ്റെ ഉള്ളിലല്ലേ. ഞങ്ങൾ നിസ്കരിച്ചിട്ടുണ്ട്, നിങ്ങൾ നിസ്കരിച്ചിട്ടില്ല. ഞങ്ങൾ ഉളു എടുത്തിട്ടുണ്ട്, നിങ്ങൾ ഉളു എടുത്തിട്ടില്ല. ഇതിങ്ങനെ പറയുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഫഗലബതുഹുന്ന വല്ലാഹ്, ദുനിയാവിൽ നിന്ന് പോയ സ്വർഗത്തിലെത്തിയ അല്ലാഹു തആല പ്രത്യേക സൗന്ദര്യം നൽകിയിട്ട് പ്രത്യേകമായി ഒന്ന് പടച്ചു വെച്ച ദുനിയാവിലെ സഹോദരിമാര് ആ ഹൂറുല്ലീങ്ങളെ മറികടന്നുപോയി. പിന്നെ തിരിച്ചവർക്ക് മറുപടി ഇല്ല. തിരിച്ചെന്ത് മറുപടി പറയാനാ? ആരാധനയുടെ ചൊങ്കും ചൊറുക്കും പറഞ്ഞാൽ അതിനേക്കാൾ വലിയ മറുപടി എന്താ? ഇവിടെ നിസ്കരിച്ച് ഇവിടെ 99 നോമ്പൊക്കെ നോറ്റ സഹോദരിമാരുണ്ട്. അതൊന്നും ചെറിയ ഗ്രേഡല്ല. 99 നോമ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ?
റജബ് മാസം, ഷഅബാൻ, റമളാൻ, പിന്നത് കഴിഞ്ഞാൽ 96 നോമ്പ്, പിന്നത് കഴിഞ്ഞാൽ ശവ്വാൽ 6, അപ്പം എത്രയായി? 96 നോമ്പായി. ഇങ്ങനെ 96 നോമ്പൊക്കെ കറക്റ്റ് ഇങ്ങനെ നോറ്റ സഹോദരിമാർ ഇവിടെ ഉണ്ട്. അതൊക്കെ ചെറിയ മഹത്താ. നിസ്കാരം നല്ലോണം നിർവഹിച്ച ഉമ്മമാരുണ്ട് നമ്മുടെ വീടുകളിലൊക്കെ. നോക്ക് നിങ്ങൾ, നമ്മൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് അവരെഴുന്നേറ്റില്ലേ? അതൊക്കെ അവരങ്ങനെ പാടി പറയും. നിങ്ങൾ നിസ്കരിച്ചിട്ടില്ലല്ലോ, അവിടെ നിൽക്കി, നിങ്ങളങ്ങനെ വലിയ ഞങ്ങൾ തൃപ്തിപ്പെടുത്തുന്നവരാണ്, ഞങ്ങൾ ദേഷ്യം പിടിക്കൂല. ദുനിയാവിലെ പെണ്ണുങ്ങൾ പലപ്പോഴും ദേഷ്യം പിടിച്ചവരാണ്. പലപ്പോഴൊക്കെ അവർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങിപ്പോകും. ഞങ്ങളങ്ങനെ ഇറങ്ങിപ്പോകൂല, ഞങ്ങളെപ്പോഴും സുഖത്തിലുണ്ടാകും. അതൊക്കെ നിങ്ങൾക്കുള്ളതൊക്കെ നമുക്കുണ്ട്. അതേ സമയത്ത് ഗ്രേഡ് കൂടുതൽ ഞങ്ങൾക്കാണ്. ഞങ്ങൾ നിസ്കരിച്ചിട്ടുണ്ട്, നിങ്ങൾ നിസ്കരിച്ചിട്ടില്ല. ഞങ്ങൾ നോമ്പ് നോറ്റിട്ടുണ്ട്, നിങ്ങൾ നോമ്പ് നോറ്റിട്ടില്ല. ഞങ്ങൾ ഉളു എടുത്തിട്ടുണ്ട്, നിങ്ങൾ ഉളു എടുത്തിട്ടില്ല. ഞങ്ങൾ ധർമ്മം ചെയ്തിട്ടുണ്ട്, സ്വതക്ക ചെയ്തിട്ടുണ്ട്, നിങ്ങൾ സ്വതക്ക ചെയ്തിട്ടില്ല. അതിന് നല്ല നിസ്കാരം വേണം സഹോദരിമാരെ, നല്ല സന്തോഷമുള്ള നിസ്കാരം വേണം. ആ നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും അതുപോലെ തന്നെ ഇബാദത്ത് കൊണ്ടും ഭർത്താക്കന്മാരെ അനുസരിക്കുന്നത് കൊണ്ടും സ്വർഗത്തിലെത്തുന്ന സഹോദരിമാരിൽ അല്ലാഹു നമ്മുടെ സഹോദരിമാരെയും ഉമ്മമാരെയും മക്കളെയും ഒക്കെ ചേർത്തി തരുമാറാകട്ടെ. ഭർത്താവിനെ അനുസരിക്കുക എന്നതും കൂടി മറ്റു റിപ്പോർട്ടിൽ കാണാം. 4 എണ്ണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞത്. സ്വർഗത്തിലെ ഹൂറുല്ലീങ്ങളെക്കാൾ ദുനിയാവിലെ പെണ്ണുങ്ങൾക്ക് മഹത്തുണ്ടാകാൻ കാരണം 4 എണ്ണം. ബി സ്വലാത്തിഹിന്ന, അവരുടെ നിസ്കാരം കൊണ്ട്, വസിയാമിഹിന്ന, അവരെ നോമ്പ് കൊണ്ട്, വഇബാദത്തിഹിന്ന, അവരുടെ മറ്റു ആരാധനകൾ കൊണ്ട്, കൂട്ടത്തിൽ വത്വാഅത്തി അസ്വാജിഹിന്ന, ഭർത്താക്കന്മാർക്ക് അനുസരിച്ചത് കൊണ്ടും. അങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഇമാം അബൂ ഹയ്യാൻ അവിടുത്തെ അൽ ബഹറുൽ മുഹീത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ചോദ്യത്തിന്റെ ഉത്തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട്. ഭർത്താവിനെ അനുസരിക്കുന്നതിൽ നല്ല പൊരുത്തം നേടണം സഹോദരിമാരെ. അതുകൊണ്ട് വലിയ ഭാഗ്യം നേടണം. ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണിന് യസ്തഗ്ഫിറു ലിൽ മർഅത്തിൽ മുതിഅതി ലിസൗജിഹാ, അല്ലാഹ് പഠിപ്പിച്ച കാര്യത്തിൽ അനുസരിച്ചാൽ മതി. അനാവശ്യം ചെയ്യാൻ ഭർത്താവ് പ്രേരിപ്പിച്ചാൽ അനുസരിക്കണ്ട. അല്ലാഹ് വിലക്കിയ കാര്യം ചെയ്യാൻ ഭർത്താവ് പറഞ്ഞാൽ കേൾക്കേണ്ടതില്ല. അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും തടഞ്ഞ കാര്യം ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞാലും കേൾക്കേണ്ടതില്ല. ആര് പറഞ്ഞാലും അംഗീകരിക്കേണ്ടതില്ല. ഹക്കായ വിഷയത്തിൽ ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണിന് പൊറുക്കലിനെ തേടും. അത്വൈറു ഫിൽ ഹവാ, അന്തരീക്ഷത്തിലൂടെ പറക്കുന്ന പറവകൾ, വൽ ഹീതാനു ഫിൽ ബഹരി, സമുദ്രത്തിന്റെ ആഴിയിലുള്ള മത്സ്യങ്ങൾ, വൽ മലായികതു ഫിസ് സമാ, സമായിലുള്ള മലക്കുകൾ, വസ്സിബാഉ ഫിൽ ബറാരി, കരകളിൽ താമസിക്കുന്ന വന്യമൃഗങ്ങൾ, ഇവരൊക്കെ ഇസ്തിഗ്ഫാർ ചൊല്ലും ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണിന്. അള്ളാഹു നമ്മുടെ ഭാര്യമാരെയും സഹോദരിമാരെയും മക്കളെയും ഉമ്മമാരൊക്കെ ഇതിൽ പെടുത്തി തരട്ടെ. നമ്മൾ സാധാരണ ഇസ്തിഗ്ഫാർ മുത്തലിമീങ്ങ കേട്ടിട്ടുള്ളതേ അല്ല, സഹോദരിമാർക്കുണ്ട്. നല്ലോണം അനുസരിക്കുന്ന നല്ല പക്വതയുള്ള എത്ര നല്ല സഹോദരിമാരുണ്ട്. അവരൊക്കെ അനുസരണത്തിന്റെ പേരിൽ എത്രയോ ചീത്ത പറഞ്ഞിട്ടുണ്ട് ഭർത്താവ്, അനാവശ്യം പറഞ്ഞിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ പോലും ഒരു മറുപടിയും ഭർത്താവല്ലേ എന്ന് പരിഗണിച്ച് പറയാത്ത നല്ല നല്ല സഹോദരിമാരില്ലേ? അവർക്കൊക്കെ കിട്ടുന്ന ഇസ്തിഗ്ഫാറിന്റെ എണ്ണം ഒന്ന് കൂട്ടി നോക്കൂ. എത്ര ഉണ്ട് പറവകൾ? ഒന്ന് എണ്ണം പറഞ്ഞാട്ടെ. ഏതെങ്കിലും സർക്കാരിന് പറയാൻ കഴിയോ എത്ര പക്ഷികളുള്ളത്? ആർക്കും കണക്കെടുത്ത് പറഞ്ഞു തരാൻ കഴിയോ എത്ര ഉണ്ട്? ഇപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വലിയ പ്രശ്നമാണ് എന്ന് ആൾക്കാരൊക്കെ പറഞ്ഞ ആ ഒരു ജീവിയില്ലേ പറക്കുന്ന, എന്താണ് അതന്നെ എത്ര ഉണ്ട്? അത് ഒരു മരത്തിന് മേലെ എത്ര ഇരിക്കൂ? അപ്പൊ മൊത്തം കൂട്ടി നോക്കി എത്ര ഉണ്ട്? ഇവരൊക്കെ ഇസ്തിഗ്ഫാർ ചൊല്ലുകയാണ്. കരയിലെ വന്യജീവികൾ എത്രയുണ്ട്? ആകാശലോകത്തുള്ള മലക്കുകൾ എത്രയുണ്ട്? വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു, റബ്ബിന്റെ സൈന്യങ്ങളുടെ കണക്ക് അല്ലാഹുക്കല്ലാതെ വേറെ ആർക്കും അറിയില്ല. അവരൊക്കെ ഇസ്തിഗ്ഫാർ. അതൊരു ചെറിയ കാര്യമൊന്നുമല്ല, ചെറിയ വിഷയമൊന്നുമല്ല. ആ രൂപത്തിൽ അനുസരിക്കാൻ നമ്മുടെ സഹോദരിമാർക്ക് ഭാര്യമാർക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവർക്ക് വലിയൊരു മഹത്വം കിട്ടാനല്ലേ. അപ്പൊ സ്വർഗത്തിലെത്തുന്ന ആ സഹോദരിമാര് ഈ രൂപത്തിൽ പാട്ട് പാടിയിട്ട് ഹൂറുല്ലീങ്ങളോട് പറയും, മതി മതി, മഹത്വങ്ങളൊക്കെ പറഞ്ഞേ മതി, നിങ്ങളെ മഹത്വങ്ങളൊക്കെ നിർത്തിയേക്ക്, ഞങ്ങൾക്കുള്ള മഹത്വങ്ങൾ ഏതായാലും നിങ്ങൾക്കില്ല. ഈ വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ബീവി ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ, ഇനി പുരുഷന്മാർ ശരിക്കും കേട്ടോളൂ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹയ്ക്ക് നബി തങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയാണ്.
ദുനിയാവെന്ന് പോകുന്ന ആ സഹോദരിമാർക്ക് അൽബസല്ലാഹു വുജൂഹഹുന്നൂർ, അവരുടെ മുഖങ്ങളിൽ അല്ലാഹു തആല വെളിച്ചം നിറക്കുന്നു. വജ്സാദഹുന്നൽ ഹരീർ, അവരുടെ ബോഡികളിൽ അല്ലാഹു പട്ട് ധരിപ്പിക്കുന്നു. ബീലുൽ അൽവാൻ, അവിടെ കറുത്ത സഹോദരിമാരില്ല, അതേ തവിട്ട് നിറത്തിലുള്ളവരില്ല, എല്ലാവരും വെളുത്ത നിറത്തിലാണ്. ഖലിറുസിയാബി, നല്ല വസ്ത്രം ധരിച്ചിട്ടുണ്ട്, കാണാൻ നല്ല അഴകുള്ള വസ്ത്രം ധരിച്ചിട്ടുണ്ട്. സഫറുൽ ഹുല്ലി, മഞ്ഞ നിറത്തിലുള്ള ആഭരണങ്ങൾ നിറയെ ഉണ്ട്. മജാമിറുഹുന്ന ദുർറു, അവർക്ക് പുകയിപ്പിക്കാനുള്ള പാത്രങ്ങളില്ലേ, കുഴലുകളില്ലേ, അത് മുത്തുകൊണ്ട് നിർമ്മിതമായതാണ്. വംശാതുഹുമുദ്ദഹബു, വാരാനുള്ള ചീർപ്പുകളോ സ്വർണ്ണ ചീർപ്പുകളാണ്. സ്വർണത്തിന്റെ ചീർപ്പേ തലൊന്നിങ്ങനെ വാരാൻ, പേനെടുക്കാനല്ല, അതൊരു സന്തോഷത്തിന്, ഒരു ആസ്വാദനത്തിനാണ്. അല്ലാതെ ഇപ്പൊ അവിടെ നിന്ന് പേനെടുക്കാനാ? അവിടെ പേന അറിയുമ്പോൾ തന്നെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഓ ഇപ്പോഴും ഉണ്ടതിന് പേന നോക്കൂലേ? അവിടൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി അല്ലാഹു തആല കൊടുത്താണ് ആ ചീർപ്പൊക്കെ. സ്വർണത്തിന്റെ ചീർപ്പൊക്കെ കാണുമ്പോൾ തന്നെ എന്തൊരു സന്തോഷമാണ്. ഇതിങ്ങനെ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയെ ഒരു ചോദ്യം കൂടി ചോദിക്കാണ്ട്. ഞങ്ങൾ ഭാര്യമാരെ ഇവിടെ 2, 3, 4 ആളുകൾ വിവാഹം ചെയ്യുന്നുണ്ടല്ലോ. അൽ മർഅതു മിന്നാ തുതസവ്വജു സൗജൈനി വസ്സലാസ വല്ലർബഅ, ഞങ്ങളിവിടെ ഒരു പക്ഷേ 2 ഭർത്താക്കന്മാരെ സ്വീകരിക്കുന്നവരുണ്ട്, 3 പേരെ സ്വീകരിക്കുന്നവരുണ്ട്, 4 പേരെ സ്വീകരിക്കുന്നവരുണ്ട്. ഖദീജ റളിയല്ലാഹു അൻഹയുടെ 3ാമത്തെ ഭർത്താവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മു സലമ ബീവിയുടെ 2ാമത്തെ ഭർത്താവാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പ നബിയെ സുമ്മ തമൂതു ഫതദ്ഖുലുൽ ജന്ന, പിന്നെ എല്ലാവരും മരിക്കുന്നു, സ്വർഗത്തിലെത്തുന്നു. വയദ്ഖുലൂന മഅഹാ, ഈ സഹോദരിയുടെ കൂടെ ഭർത്താക്കന്മാരും വരുന്നു. മൻ യകൂനു സൗജഹാ, ആ 4ൽ ആരാകും ഇണ, ആ 3ൽ ആരാകും ഇണ, ആ 2ൽ ആരാകും സൗജ്. ഇനിയാണ് നിങ്ങളൊക്കെ നമ്മളൊക്കെ പേടിക്കേണ്ട ഭാഗം. നല്ലോണം നല്ല ഒതുക്കത്തിൽ മട്ടത്തിൽ ജീവിച്ചോളി. ഇപ്പോഴൊക്കെ എങ്ങനെയാലും എൻ്റെ പൊണ്ണുംപിള്ള നല്ല ഉഷാറാന്ന് ഇങ്ങനെ പറയും, പൊണ്ണുംപിള്ള നല്ല ഉഷാറാന്ന്. നമ്മൾ മോശമാണെങ്കിൽ നമ്മളെ തട്ടിയിട്ട് അടുത്ത ആൾ വരും. ആ നല്ലോണം കരുതിക്കോളി. അപ്പൊ നബി ആരെ സ്വീകരിക്ക? അപ്പൊ പറഞ്ഞു ഉമ്മു സലമ ഇന്നഹാ തുഖയ്യർ, ആ പെണ്ണിന് അല്ലാഹു തആല സ്വാതന്ത്ര്യം കൊടുക്കുന്നു, ഇഷ്ടാനുസരണം സെലക്ട് ചെയ്യാനുള്ള അവകാശം കൊടുക്കുന്നു. അപ്പൊ ചോദിച്ചു, നബിയെ ആരെയാണ് ആ പെണ്ണ് സ്വീകരിക്കുക? ഫതഖ്താറു അഹ്സനഹും ഖുലുഖാ, ആ കിട്ടിയ 3 എണ്ണത്തിൽ, ആ വന്ന 4 എണ്ണത്തിൽ, ആ വന്ന 2 എണ്ണത്തിൽ ഏറ്റവും സുന്ദരമായ സ്വഭാവത്തിന്റെ ഉടമയായ ഭർത്താവ് ആരാണോ ആ ഭർത്താവിനെ ആ പെണ്ണ് തെരഞ്ഞെടുക്കുമെന്ന് സ്വദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കീറാമുട്ടിയ ഭർത്താവാ. ഇതിന്റെ കൂടെ 40 കൊല്ലം ഭാര്യ കഴിഞ്ഞു. അപ്പോഴൊക്കെ പിന്നെ സഹിച്ചു കൊണ്ടിടുന്നു. പിന്നെയും പ്രായാധിക്യത്തിൽ ഇതിന്റെ സ്വഭാവം മാറുന്നില്ല. അപ്പൊ ഇതിനാണ് കൊണ്ടുപോയി അല്ലാഹു തആല ആ പെണ്ണിനെ സെലക്ട് ചെയ്ത് 2 വർഷക്കാലം മാത്രം ജീവിച്ച അവസാനത്തെ ഭർത്താവ് നല്ല സുന്ദരമായ സ്വഭാവത്തിനുടമയെന്നു. 40 കൊല്ലം ജീവിച്ച ആൾക്ക് പെണ്ണ് നഷ്ടപ്പെട്ടു, 2 കൊല്ലം ജീവിച്ച ആൾക്ക് പെണ്ണ് കിട്ടി. സ്വഭാവമൊക്കെ നന്നാക്കിയോളി. വെറുതെ തറവാടടക്കം വിളിച്ച് വേദനിപ്പിക്കാൻ നിൽക്കരുത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴേക്ക് അവരെ വേദനിപ്പിക്കുന്ന വാക്ക് പറയരുത്. നിങ്ങളുടെ സ്വഭാവത്തിന്റെ ദൂഷ്യത കൊണ്ട്, അവരുടെ സ്വഭാവത്തിന്റെ മഹിമ കൊണ്ട് അവർക്കൊരു ഫിറ്റായത് കൊടുക്കണമെന്ന് അല്ലാഹു തീരുമാനിച്ചാൽ നിങ്ങളെ വേഗം കൊണ്ടുപോകും. നിങ്ങൾ ഈ ദുനിയാവിൽ നിന്ന് നിങ്ങളെ സുഖങ്ങൾ മുഴുവനും വിചാരവികാരങ്ങൾ മുഴുവനും നിങ്ങൾ കേന്ദ്രീകരിച്ചത് ആ ഭാര്യയിൽ മാത്രമാണ്. പക്ഷേ നിങ്ങളെ സ്വഭാവം ദുഷ്കരമായതുകൊണ്ട് നിങ്ങളെ നീക്കിയിട്ട് ഇനി അത്ര സുഖകരമല്ല. വികാര വിചാരങ്ങൾക്കെങ്കിലും നല്ല ഹൃദ്യമായ സ്വഭാവമുള്ള പെരുമാറ്റമുള്ള ഒരു ഭർത്താവിനെ കിട്ടി. 3 കൊല്ലം ആ ഭർത്താവ് ഒന്നിച്ച് ജീവിച്ചു. ആ ഭർത്താവ് മരിച്ചുപോയപ്പോ പെണ്ണ് പറഞ്ഞു, ഇനിയൊരു വിവാഹം വേണ്ട,
40 കൊല്ലം ജീവിച്ച നിങ്ങളെക്കാളും 3 കൊല്ലം ജീവിച്ച ഭർത്താവിന്റെ മഹിമ പറഞ്ഞു തീർക്കാൻ ആ പെണ്ണിന് സമയമുണ്ട്, എപ്പോഴും ചാൻസ് ഉണ്ട്, എപ്പോഴും അങ്ങനെ ഉപയോഗിക്കാറുണ്ട്, എപ്പോഴും പറയാറുണ്ട്. ഫതഖ്താറു അഹ്സനഹും ഖുലുഖാ, ഏറ്റവും നല്ല സ്വഭാവം മെച്ചമുള്ള ഭർത്താവിനെ ആ പെണ്ണ് സെലക്ട് ചെയ്യുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാകുമ്പോ ചോദിക്കുന്ന ഉമ്മു സലമ ബീവി ആരെ സെലക്ട് ചെയ്യും? സംശയം വേണ്ട, അബൂ സലമ എന്ന ഭർത്താവിനെ അല്ല സ്വർഗത്തിൽ തെരഞ്ഞെടുക്കുക, ആദരവായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തെരഞ്ഞെടുക്കും. ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ ആരെ തെരഞ്ഞെടുക്കും? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെരഞ്ഞെടുക്കും. സൗദാ ബീവി ആരെ തെരഞ്ഞെടുക്കും? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെരഞ്ഞെടുക്കും. ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹാ ആരെ തെരഞ്ഞെടുക്കും? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെരഞ്ഞെടുക്കും. കാരണം വ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, അവിടുന്ന് ഏറ്റവും അതിമഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാ, ഏറ്റവും വലിയ സ്വഭാവത്തിന്റെ മേലിലാണ്. അതിനെ കവർ ചെയ്യാൻ പറ്റുന്നൊരു സ്വഭാവം ലോകത്തൊരു മഖ്ലൂക്കിനും അല്ല നൽകിയിട്ടില്ല. അതുകൊണ്ടാണ് അലാ ഖുലുഖിൻ അളീം എന്ന് പറഞ്ഞത്. വഇന്നഹു ലദൂ ഖുലുഖിൻ അളീം എന്ന് പറയാതെ ഖുർആനൊക്കെ നമ്മൾ നല്ലോണം പഠിക്കണം, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വഇന്നഹു ലദൂ ഖുലുഖിൻ അളീം എന്ന് പറഞ്ഞാൽ തന്നെ വലിയ സ്വഭാവത്തിന്റെ ഉടമയാണ്. അങ്ങനെ ഒരു വാക്ക് പറയാതെ അള്ളാഹു പറഞ്ഞു അലാ ഖുലുഖിൻ അളീം. എന്തിനാണ് അല പറഞ്ഞത്? മഹാന്മാര് പറഞ്ഞു അസ്വഭാവത്തെ ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വഭാവം ലോകത്ത് പറയില്ല. അതിനെ മറികടന്നിട്ട് മേലെ പോകാൻ പറ്റുന്ന ഒരു സ്വഭാവം ഒരു മഖ്ലൂക്കിനും അള്ളാഹു നൽകിയിട്ടില്ല. അത്രയും വലിയ പവറുള്ള സ്വഭാവമാണ്. അപ്പൊ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ സ്വീകരിക്കുന്നത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. ഇപ്പൊ ഭർത്താക്കന്മാരെല്ലാവരും വല്ലാത്ത പേടിയിൽ നിൽക്കുന്ന കുറെ ആളുകളൊക്കെ, പടച്ചോൻ ഇനി പറഞ്ഞു ഇതൊക്കെ എന്താക്കും, വേഗം പൊരുത്തുപിടിക്കുക, ഇനി മേലാല് വരാണ്ടിരിക്കാൻ വേണ്ടി എല്ലാ തഹജ്ജുദും നീ ദ്വാരക്കണ സ്വഭാവം നന്നാകാനെന്ന് പറയാം. അങ്ങനല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവത്തിന്റെ മഹത്വം. ഈ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ നബി തങ്ങൾ ഖിതാബ് ചെയ്യുമ്പോൾ, വിവാഹാലോചന നടത്തുമ്പോൾ അബൂ സലമ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ആരാ? ഉമ്മു സലമയും അബൂ സലമ റളിയല്ലാഹു അൻഹും മക്കത്ത് നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയിട്ട് ചരിത്രം സൃഷ്ടിച്ച വനിതകളാണ്. രണ്ടുപേരും ഹിജ്റ പോകാൻ ഒരുങ്ങുമ്പോൾ, ഞാൻ നീട്ടി പറയുന്നില്ല, സമയം മതിയാവില്ല, രണ്ടുപേരും ഹിജ്റ പോകാൻ ഒരുങ്ങുമ്പോൾ ഒരു സ്ഥലത്ത് വന്ന് 2 കുടുംബക്കാരും കച്ചറ കൂടി. അബൂ സലമ റളിയല്ലാഹുവിൻ്റെ കുടുംബവും ഉമ്മു സലമ റളിയല്ലാഹുവിൻ്റെ കുടുംബവും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം നടത്തുന്നത് സലമത്ത് എന്നുള്ള കുട്ടിക്ക് വേണ്ടിയാണ്. കുട്ടിനെ പിടിയും വലിയും. ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത്, എൻ്റെ കുട്ടിൻ്റെ ഒരു കൈ ഭർത്താവിൻ്റെ കുടുംബക്കാരെ വക്കലും മറ്റൊരു കൈ എൻ്റെ കുടുംബക്കാരെ വക്കലും പറഞ്ഞു പോകുമെന്ന് ഞാൻ പേടിച്ചു പോയി. കാരണം രണ്ടുപേരും പറഞ്ഞു കുട്ടി ഞങ്ങൾതാണ്. രണ്ടുപേർക്കും പറയലോ, രണ്ടുകൂട്ടരും പറയില്ലേ? ഇവിടെ ഇപ്പോൾ ഒരു ഭാര്യയെ മൊഴി ചൊല്ലിയാൽ കുട്ടിക്ക് വേണ്ടി രണ്ടുകൂട്ടരും അവകാശപ്പെടൂലേ? രണ്ടുകൂട്ടരും പറയും. ഇത് ഹിജ്റ പോകുന്ന സമയത്ത് ഭർത്താവിൻ്റെ കുടുംബക്കാർ പറഞ്ഞു കുട്ടി ഞങ്ങളുടെയാണ്, ഭാര്യൻ്റെ കുടുംബക്കാർ പറഞ്ഞു കുട്ടി ഞങ്ങളുടെയാണ്. പിടിമ്പലി കൂടി. അവസാനം കുട്ടിയെ ഭർത്താവിൻ്റെ വീട്ടുകാർ കൊണ്ടുപോയി. ഭർത്താവോ ഒറ്റയ്ക്ക് ഹിജ്റ പോയി മക്കത്തുനിന്ന് മദീനയിലേക്ക്. ആദ്യം ഹിജ്റ പോയ സ്വഹാബിയാണ് സയ്യിദുനാ അബൂ സലമ റളിയല്ലാഹു അൻഹു. ആദ്യത്തെ മുഹാജിറാണ്. അതിനു മുമ്പ് ആരും ഹിജ്റ പോയിട്ടില്ല. രണ്ടുപേരും ഒരുമിച്ച് വാങ്ങിയിട്ടാണ്. ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഭർത്താവ് ഹിജ്റ പോവുകയും ചെയ്തു, കുട്ടി ഭർത്താവിൻ്റെ വീട്ടിലെത്തി, ഞാൻ ആകൊറ്റപ്പെട്ടു. മഹദി എന്നും വൈകുന്നേരമാകുമ്പോൾ ആ സംഭവം നടന്ന സ്ഥലത്ത് ഇങ്ങനെ വന്നിരിക്കും വല്ലാത്ത വിഷമത്തോടെ. ഇവിടെ വെച്ചാണ് റബ്ബേ എൻ്റെ ഭർത്താവ് വേറിട്ട് പോയത്, എൻ്റെ കുട്ടിയെ ഭർത്താവിൻ്റെ വീട്ടുകാർ കൊണ്ടുപോയത്. കുറച്ചു നേരം അവിടെ ഇങ്ങനെ ഇരുന്ന് വിഷമത്തോടെ ഇരുന്ന് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകും. എന്നും ഈ വരവ് ഇങ്ങനെ തുടർന്നപ്പോൾ ആ കുടുംബത്തിലൊരു കാരണവരിത് കണ്ടു. ഒരു പെണ്ണിൻ്റെ മനസ്സിൽ എത്രമാത്രം വിഷമമുണ്ടാകും. ആ കാരണവർ 2 കുടുംബത്തെയും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, നമ്മൾ ഈ ചെയ്യുന്ന പണി ശരിയല്ല. എങ്ങനെ നമ്മൾ തീറ്റിപ്പോറ്റി വളർത്തിയാലും ഒരു ഉമ്മ വളർത്തും പോലെ കുട്ടിയെ വളർത്താനൊക്കൂല. അതുകൊണ്ട് ഭർത്താവിൻ്റെ കുടുംബക്കാരെ കുട്ടിയെ തിരിച്ചു കൊടുക്കൂ. ഭർത്താവിൻ്റെ അടുത്ത് പോയി ജീവിക്കാനാണ് ഉമ്മു സലമ ബീവിക്ക് താല്പര്യമെങ്കിൽ നമ്മൾ തടഞ്ഞാലും നടക്കൂല. പോകണമെങ്കിൽ പൊയ്ക്കോട്ടെ. സലമത്ത് എന്ന കുട്ടിയെ കിട്ടിയപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഒറ്റയ്ക്ക് ഹിജ്റ പോയി. ധൈര്യം നോക്കൂ സഹോദരിമാരെ, സഹോദരന്മാരെ, ഒറ്റയ്ക്ക് ഹിജ്റ പോയി. ഏകദേശം മദീനയിൽ എത്തുന്നതിൻ്റെ കുറെ ഇപ്പുറത്ത് അതാ ഒരു ചെറുപ്പക്കാരൻ വന്ന് ചോദിക്കുന്നു, ഒരു പെണ്ണല്ലേ നിങ്ങൾ ഒറ്റയ്ക്ക് എങ്ങോട്ടാ പോകുന്നത്?
ഞാൻ മദീനയിലേക്ക് പോകാണ്, ഭർത്താവ് നേരത്തെ പോയിട്ടുണ്ട്, ഞാൻ ഒറ്റപ്പെട്ടു പോയതാണ്. ആരാന്നറിയോ? അത് ഉസ്മാൻ ഇബ്നു ത്വൽഹയാണ്. അന്ന് മഹാൻ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. എന്നോട് പറഞ്ഞു, ഞാൻ മദീനയുടെ അതിർത്തി വരെ നിങ്ങളെ എത്തിച്ചു തരാം. പിന്നീട് പലപ്പോഴും ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ പറയാറുണ്ട്, ഇസ്ലാമിലേക്ക് വരാതിരുന്ന കാലത്ത് പോലും ഉസ്മാൻ ഇബ്നു ത്വൽഹ നല്ല പക്വമതിയായ മനുഷ്യനാണ്, നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ്. സത്യത്തിൽ ഇസ്ലാമിലേക്ക് വരാത്തത് കൊണ്ട്, ഒരു മുശിരിക്കായതുകൊണ്ട് അന്ന് എന്നെ വധിക്കാം, ഞാൻ ഒറ്റക്കൊരു പെണ്ണല്ലേ, എൻ്റെ യാത്രക്ക് ഏത് തുരങ്കവും സൃഷ്ടിക്കാം. പക്ഷേ ഉസ്മാൻ ഇബ്നു ത്വൽഹ അത് ചെയ്തില്ല. എന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് റൂട്ട് കാണിച്ചു തരാം, എൻ്റെ പിന്നാലെ വാഹനം വിട്ടോ. ഒട്ടകപ്പുറത്ത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ കുട്ടിയെയും കൊണ്ട് തനിച്ചല്ലേ യാത്ര ചെയ്യുന്നത്. മുന്നിൽ അതാ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി വഴികാട്ടുന്ന ഒരു വഴികാട്ടിയായി ഉസ്മാൻ ഇബ്നു ത്വൽഹ നീങ്ങി. അങ്ങനെ ഏകദേശം മദീനയുടെ അതിർത്തത്താ നേരത്ത് പറഞ്ഞു, ഇനി നേരെ പോയിക്കോളൂ, വലത്തും ഇടത്തും തെറ്റേണ്ടതില്ല, കുറച്ച് നീങ്ങിയാൽ നിങ്ങൾക്ക് മദീന കാണാം. ആ ഉമ്മു സലമ റളിയല്ലാഹു അൻഹക്ക് ഭർത്താവ് മരണപ്പെട്ടപ്പോ ഇനിയൊരു ഭർത്താവിന് ആരെ കിട്ടുമെന്ന അന്വേഷണമാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് ഭർത്താവ് രോഗശയ്യയിൽ കിടക്കുമ്പോൾ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരിക്കാൻ പോവുകയാണ്, നിങ്ങളേതായാലും അള്ളാഹുവിനോടൊരു ചോദ്യം ചോദിക്കണം. അല്ലാഹുമ്മ ഖുലുഫ്നി ഖൈറം മിൻ അഹ്ലി, എൻ്റെ പ്രിയതമേക്കാളും എൻ്റെ പ്രിയതമനേക്കാളും എൻ്റെ ഭർത്താവിനേക്കാളും നല്ലൊരാളെ എനിക്ക് പകരം തരണേ അല്ലാ, ഞാൻ മരിച്ചാൽ നിങ്ങൾ ദ്വാരുന്നോളൂ. പക്ഷെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാനങ്ങനെ ദ്വാരക്കാറുണ്ടെങ്കിൽ എൻ്റെ മനസ്സിലിങ്ങനെ ചിന്ത, ആ ഭർത്താവിനേക്കാളും നല്ലൊരാളെ ഇനി എന്നെ സ്വീകരിക്കാൻ ഉണ്ടാവും ആരെങ്കിലും. അപ്പയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹാലോചന നടത്തി വരുന്നത്. അപ്പം എനിക്ക് മനസ്സിലായി, എൻ്റെ ദുആ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട്. ഉറപ്പല്ലേ, എൻ്റെ ഭർത്താവിനേക്കാളും നല്ല ആളല്ലേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി വന്നപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ നബി തങ്ങളോടൊരു പരാതി പറഞ്ഞു, നബിയെ ചില കുഴപ്പങ്ങളൊക്കെ എനിക്കുണ്ട്, തങ്ങൾ അത് സോൾവ് ചെയ്ത് തരാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. എന്താണ്? ചെറിയ കുട്ടികളാണ് എൻ്റെ കയ്യിലുള്ളത്. കുട്ടികളെ പ്രശ്നമല്ല, കുട്ടികൾ ഏതായാലും പരീക്ഷിക്കപ്പെടേണ്ടതല്ലേ, നമുക്ക് നോക്കാം. മറ്റൊന്ന് നബിയെ, ഞാൻ വല്ലാതെ ഈർഷ്യതുള്ളൊരു പെണ്ണാണ്, എനിക്ക് പെട്ടെന്ന് ചൂടാകും. അപ്പം നബി തങ്ങൾ പറഞ്ഞു, അത് മാറാൻ ഞാൻ അള്ളാഹുവിനോട് ദ്വാരുന്നോളാം. നിങ്ങൾ ആ സ്വഭാവത്തിൻ്റെ ആ ഒരു രൂപം മാറാൻ ഞാൻ ദ്വാരുന്നോളാം, അള്ളാഹു സ്വീകരിക്കും, നിങ്ങൾക്ക് അള്ളാഹു ചേഞ്ച് തരും. അങ്ങനെ പെട്ടെന്ന് ഈറ്റാകുന്ന ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉയർച്ചയിലേക്ക് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈപിടിച്ചുയർത്തി. അതീവ ബുദ്ധിമതിയായ പെണ്ണാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. അത് പറഞ്ഞു നീട്ടാനിപ്പോ നേരമില്ല. ഹുദൈബിയ സന്ധി നടക്കുമ്പോൾ നബി തങ്ങൾ സ്വീകരിച്ച അഭിപ്രായം ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ അഭിപ്രായമാണ്. എത്രമാത്രം നല്ല ബുദ്ധിയുള്ള അഭിപ്രായമാണ്. ലോകതലത്തിൽ ഇന്നും ആ ചരിത്രത്തിന് എപ്പോഴും ഫുൾ എ മാർക്കാണ്, എ ഗ്രേഡാണ്. അന്ന് അള്ളാഹുവിന്റെ ഹബീബ് തീർത്ത ആ സന്ധി പോലെ, ആ ഉച്ചകോടി പോലെ, ആ കരാറ് പോലെ ലോകത്തൊരു നേതാവിന് കരാർ എഴുതാൻ കഴിഞ്ഞിട്ടുണ്ടോ? തങ്ങളെന്താ ആഗ്രഹിച്ചത്? സമാധാനം മാത്രമാണ്, ശാന്തി മാത്രമാണ്. ഒരാളും തന്നെ കൊണ്ട് ബുദ്ധിമുട്ടാകരുത്. തൻ്റെ സ്വഹാബത്ത് വരുന്നത് കാരണം ആരും ആത്മഹത്യ ചെയ്യരുത്, ആരും കടലിൽ പോയി വീഴരുത്, കുന്നിന്മേൽ നിന്ന് താഴോട്ട് ചാടരുത്. എല്ലാവരും സമാധാനത്തോടെ കഴിയട്ടെ. അതിനല്ലേ തീർത്തും പ്രതികൂലമായ സാഹചര്യത്തിൽ പോലും തനിക്ക് പ്രതികൂലമായ നിയമങ്ങൾ എഴുതിയിട്ടും അതിൻ്റെ അടിയിൽ ഒപ്പിട്ട് കൊടുത്തു. എന്നാലും സമാധാനം നടക്കട്ടെ. ആ അഭിപ്രായം പറഞ്ഞത് ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹയാണ്. അതുകൊണ്ട് തന്നെ ചില ആൾക്കാർ പറയും, ഒരു അഭിപ്രായം പെണ്ണിനോട് ചോദിച്ചുകൂടാന്ന്. അങ്ങനല്ല, അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുക. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ബുദ്ധിയുള്ള മഹാനാണ്, എത്ര ബുദ്ധിയുള്ള നേതാവാണ്. പെണ്ണുങ്ങളുടെ അഭിപ്രായം ചോദിക്കുക. പെണ്ണുങ്ങൾ നിറങ്ങനെ ചോറും കൂട്ടാൻ ഉണ്ടാക്കി തരാൻ മാത്രമൊന്നുമല്ല, അവരോട് അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുക. അഭിപ്രായങ്ങളൊക്കെ ചോദിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയങ്ങളൊക്കെ കൈമാറണം. സ്നേഹമസൃണമായ ജീവിതം നയിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നാം കാരണമായി, ഭർത്താക്കന്മാരോട് പറയട്ടെ, നാം വരുത്തി പറയണം, നാം കാരണമായി നമ്മുടെ ഒരു സ്വന്തം പ്രശ്നത്തിന്, അവർ ഒരു നിലക്കും നമുക്ക് ചെയ്തു തരേണ്ടതില്ലാത്തൊരു പ്രശ്നത്തിന് നമ്മളവരെ പഴിക്കരുത്. നല്ല സ്വഭാവക്കാരാകണം. നമ്മൾക്ക് അവർ ചെയ്തു തരേണ്ടതല്ലാത്ത ഒരു വിഷയത്തിന് ഒരിക്കലും ഭാര്യമാരെ നമ്മൾ പഠിക്കുന്നവരാകരുത്. ഉദാഹരണമായി പറയാം, നമ്മുടെ ഈ മക്കളെയും ഈ വീടും ഇതൊക്കെ പരീക്ഷിച്ച് നടക്കുന്നതിനിടക്ക്
നമ്മളെ ഡ്രസ്സ് അലക്കി തരേണ്ടവരാണോ? അല്ല കേട്ടോ. ഇനി വേലയിട്ടാരും പെട്ടെന്ന് ഓടിപ്പോകണ്ട. അല്ല, അവർ നമ്മളോടുള്ള സ്നേഹം കൊണ്ട് ചെയ്തു തരാണ്, ഔദാര്യം എന്നുള്ള നിലക്ക്. ഇനി നാളെ മുതൽ സഹോദരിമാരെ ഞങ്ങൾക്ക് ബാധയെല്ലാം നിങ്ങൾ പിന്മാറാൻ നിൽക്കണ്ട, നിങ്ങൾക്കും വേണ്ടേ ഹുബൊക്കെ സ്നേഹമൊക്കെ വേണ്ടേ, ചെയ്തു തരാം. പക്ഷെ ആ ചെയ്തു തരുന്നതിൽ ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇറക്കി വെച്ചു, ഇസ്തിരി ഇട്ടില്ല എന്നുള്ളതിൻ്റെ പേരിൽ നമ്മളാകെ കശക്കി എറിയരുത്. ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്കും തേച്ചാൽ പോരെ. ശരിക്കും നമ്മൾ അവരുടേതും കൂടി തേച്ചു കൊടുക്കേണ്ടവരാണ്. അങ്ങനെ വേണ്ടത്. അവരുടെ ഡ്രസ്സും കൂടി നമ്മൾ തേച്ചു കൊടുക്കേണ്ടവരാണ്. എന്ത്? അല്ലെങ്കിൽ സ്നേഹം വൺ വേ ആവൂലേ? നമ്മളത് തേച്ചു തരാനൊക്കെ അവർക്കൊന്നും തേച്ചു കൊടുക്കാനോ ഒന്നും മിനുക്കി കൊടുക്കാനോ ഒന്നും നമുക്കാകൂല. അവരുണ്ടാക്കി തരുന്ന ഭക്ഷണത്തിൻ്റെ മധുരവും വലുപ്പമൊക്കെ അറിയണമെങ്കിലേ ഏതെങ്കിലും ഒരു ദിവസം പത്തിരിപ്പൊടി കുഴച്ച് വെച്ചിട്ട് എനിക്ക് തീരെ സുഖമല്ല, നിങ്ങളതൊന്ന് ചുട്ടുകൊടുക്കുകയെന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പത്തിരി റെഡിയാക്കി ചുട്ടുകൊടുക്കുകയാണ്. അവർ 2ാം ക്ലാസ്സിലൊരു കുട്ടിയുണ്ട്, 4ാം ക്ലാസ്സിലൊരു കുട്ടിയുണ്ട്, 7ാം ക്ലാസ്സിലൊരു കുട്ടിയുണ്ട്. 7ാം ക്ലാസ്സിലെ കുട്ടി പിന്നെ കുറച്ചൊക്കെ നല്ല പക്വതെത്തിയ കുട്ടിയാണ്, അതുകൊണ്ട് ആ കുട്ടി അത് കഴിച്ചു പോയി. 4ാം ക്ലാസ്സിലെ കുട്ടി പറഞ്ഞു, ഉമ്മച്ചി ചുട്ടാരി പത്തിരി ആയിട്ടില്ല, ഇതിൽ ഉപ്പുമില്ല ഒന്നുമില്ല, നമുക്ക് കലി കയറൂലേ, ചൂട് പിടിക്കൂലേ. നമ്മൾ ഉടനെ പറയും, പടച്ചോനെ ളുഹറാകുമ്പോഴേക്ക് എന്ത് നേർച്ച ചെയ്താലും വേണ്ടിയിട്ട് ഈ അസുഖം മാറ്റി കൊടുക്കണം. കാരണം സ്കൂൾ വിട്ട് കഴിഞ്ഞ് ഉണ്ടാക്കിയ ഭക്ഷണത്തെ പറ്റി ഇനി എന്തെല്ലാം പറയും. അതൊരൊറ്റ ദിവസം, ഒരൊറ്റ നേരാണ്. അപ്പൊ നമ്മൾ അതിൻ്റെ മഹത്വം ശരിക്ക് കാണണം. ആ രൂപത്തിൽ നല്ല സ്വഭാവത്തിൽ പെരുമാറണം. നമ്മുടെ സ്വഭാവത്തിൻ്റെ വൈശിഷ്ട്യം കൊണ്ട് നമ്മളവരെ നന്നാക്കണം. നമ്മളെ കൊണ്ടൊരിക്കലും അവർ ദുഷിക്കരുത്, മനപ്പൊരുത്തക്കേടുള്ളവരാകരുത്, മനസ്സങ്കോചം ഉള്ളവരാകരുത്. ഈ ഒരു ജീവിതമാണല്ലോ എനിക്ക് കിട്ടിപ്പോയത് എന്ന് ഒരു നിലക്കും വിഷമത്തോടെ ചിന്തിക്കാൻ പഴുതു കൊടുക്കരുതേ. നമ്മളുടെ കാര്യങ്ങൾ ഓർത്ത്, നമ്മളുടെ വാക്കുകൾ ഓർത്ത്, നമ്മുടെ വിഷമിപ്പിക്കുന്ന സ്വഭാവങ്ങൾ ഓർത്ത് ഒറ്റക്ക് കരയുന്നൊരു സ്വഭാവം വാക്കുകൊണ്ട് ഉണ്ടാക്കരുതേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നാണമില്ലേ എന്ന് ചോദിച്ചില്ലേ പുരുഷന്മാരോട്? രാവിലെ മുതൽ വൈകുന്നേരം വരെ വാക്കിട്ടടിച്ച് പലതും പറഞ്ഞ് പരമ്പര മുഴുവനും വിളിച്ചു പറഞ്ഞ് ചീത്ത മുഴുവനും പറഞ്ഞ് വൈകുന്നേരമാകുമ്പോ കയറി കടക്കാൻ ഒരു ഹയാവും ഇല്ലയോ? നിന്റെ വികാര നിർവഹണത്തിന്റെ സമയത്ത് നീ ശക്തമായി ഉപയോഗിക്കുന്നില്ലേ? നിനക്ക് വേണ്ടി എല്ലാ ഒത്താശയും ചെയ്യുന്നില്ലേ? ആഗ്രഹ സഫലീകരണത്തിന് മാത്രമുള്ളതാണോ? അല്ല, സ്നേഹമസൃണമായ ഒരു ജീവിതത്തിന്റെ സംശുദ്ധിക്കാണ്. പരസ്പരം അങ്ങോട്ട് സഹകരിക്കുന്നതിനും കൊടുക്കുന്നതിനും വാങ്ങുന്നതിനും സ്നേഹം കൈമാറുന്നതിനും മാതൃകയായി പഠിപ്പിക്കുന്നതിനുമാണ് കുടുംബജീവിതം. ഞാനത് ഈ വിഷയം വന്നതുകൊണ്ട് പറയുകയാണ്. അപ്പൊ നല്ല സ്വഭാവമുള്ള ആളുകളെ സ്വീകരിക്കും. അഥവാ നബിതങ്ങൾ പറഞ്ഞു, ഫതഖൂലു, ആ പെണ്ണ് പറയും, 2 ഭർത്താക്കന്മാർ കഴിഞ്ഞുപോയ പെണ്ണ്, 3 ഭർത്താക്കന്മാർ കഴിഞ്ഞുപോയ പെണ്ണ് പറയും, യാ റബ്ബി ഇന്ന ഹാദാ കാന അഹ്സന ഖുൽഖൻ മഈ. ആ ഭർത്താവും എൻ്റെ ഭർത്താവാണ്, ഇതും എൻ്റെ ഭർത്താവാണ്. പക്ഷേ 2 കൊല്ലമാണ് ജീവിച്ചതെങ്കിലും ഏറ്റവും നല്ല സ്വഭാവത്തിലാണ് എന്നോട് പെരുമാറിയത്. 1ാമത്തെ ഭർത്താവ് മരിച്ചപ്പോഴുള്ള ദുഃഖം, 2ാമത്തെ ഭർത്താവ് മരിച്ചപ്പോഴുള്ള ദുഃഖവും രണ്ടും എനിക്ക് തീർത്താത്തീരാത്ത ദുഃഖമായത് കുറഞ്ഞ കാലം എൻ്റെ കൂടെ ജീവിച്ച സ്നേഹമസൃണമായ സ്വഭാവത്തിൻ്റെ ഉടമയായ ഈ ഭർത്താവിൻ്റെ ജീവിതത്തിലാണ്. അതുകൊണ്ട് ഫസവ്വിജ്നിഹി, ആ ഭർത്താവിനെ എനിക്ക് നീ ഇണയാക്കി തരണേ എന്ന് പെണ്ണ് പറയും എന്ന് സ്വദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിങ്ങനെ കേൾക്കുന്ന ഉമ്മു സലമ ബീവിയോട് അല്ലാഹുവിന്റെ ഹബീബ് അവസാനം പറഞ്ഞു, യാ ഉമ്മ സലമ ദഹബ ഹുസ്നുൽ ഖുലുഖി ബിഖൈരി ദുനിയ വൽ ആഖിറ. ദുനിയാവിലെയും ആഖിറത്തിലെയും 2 ലോകത്തെയും എല്ലാ സമൃദ്ധികളെയും എല്ലാ പവിത്രതകളെയും എല്ലാ മഹത്വങ്ങളെയും കൊണ്ടുപോയതും സ്വീകരിച്ചതും ഹുസ്നുൽ ഖുലുഖാണ്, സൽസ്വഭാവമാണ്. ആ സൽസ്വഭാവികളാകണം നമ്മളെല്ലാവരും. സഹോദരിമാര് നല്ല അനുസരണയുള്ളവരാകണം, ഭർത്താക്കന്മാരെ നന്നായി അനുസരിക്കുന്നവരാകണം. എപ്പോഴെങ്കിലും അവർ ഒരു ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ മനസ്സിനെ വേദനിപ്പിക്കുന്നൊരു വാക്ക് പറയരുത്. അവരുടെ ക്ഷീണം വകവെക്കാതെ പ്രതികരിക്കുന്നവരാകരുത്. അവരുടെ ഒഴിവും കഴിവും എല്ലാം കണ്ടറിയണം. അവരുടെ തിരക്കും അവരുടെ പ്രവർത്തനങ്ങളൊക്കെ സമ്മതിച്ച് അതിനനുസരിച്ച് അവർക്ക് നിന്നുകൊടുക്കുന്നവരാകണം. ചിലപ്പോഴൊക്കെ ചില ആളുകൾ ദീനീ പ്രവർത്തകന്മാരാകുമ്പോൾ നേരം വൈകി വീട്ടിലേക്ക് വരും. എത്ര നേരം വൈകി വന്നാലും വിഷമല്ലാതെ തുറന്നു കൊടുക്കണം. എപ്പോഴെങ്കിലും ഒന്ന്
നിങ്ങൾക്കെന്താ ഒരു 10 മണിയാകുമ്പോഴേക്ക് വീട്ടിൽ വന്നൂടെ, നിങ്ങളൊന്നും ഇങ്ങനെ 12 മണി 1 മണി 2 മണിയാകുമ്പോഴേക്ക് എന്ന് വിഷമിപ്പിക്കുന്ന ഒരൊറ്റ വാക്ക് പറയരുത്. കാരണം ആ ഭർത്താവ് 12 മണിക്ക് വന്നത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഖിദ്മത്ത് നിർവഹിച്ചാണ്, 2 മണിക്ക് വന്നത് ദീനി ഖിദ്മത്ത് നിർവഹിച്ചാണ്, 1 മണിക്ക് വന്ന് ദീനി ഖിദ്മത്ത് നിർവഹിച്ചാണ്. ഇത്രയും നേരം ആ ഭർത്താവിന് വേണ്ടി ക്ഷമിച്ചിരുന്നവരായിരുന്നു പഴയകാലത്തെ ഉമ്മമാര്. ഭക്ഷണം പോലും കഴിക്കാതെ ഉമ്മമാര് അന്ന് ചൂട്ടും കത്തിച്ച് വാളിനോ മീറ്റിങ്ങിനോ പോയ നമ്മുടെ ഉപ്പയെ കാത്തിരുന്ന് അവർ എല്ലാ അദ്കാറുകളും ചൊല്ലിയിട്ടുണ്ട്, മാല ചൊല്ലിയിട്ടുണ്ട്, മൗലിദ് ചൊല്ലിയിട്ടുണ്ട്. ഉമ്മ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാറായില്ലേ എന്ന് മകൻ ചോദിക്കുമ്പോൾ ബാപ്പ വന്നോട്ടെ, ബാപ്പാന്റെ കൂടെ ആരുണ്ടാകൂലല്ലോ എന്ന് ഉമ്മ പറയുന്നു. അതൊരു വല്ലാത്ത സ്നേഹമാണ്. അന്ന് ബാപ്പ വീട്ടിലേക്ക് കയറി വരുന്നത് 12:30-ക്കാണ്. ബാപ്പ എവിടേക്കാ പോയിരുന്നത് എന്നറിയോ? ബാപ്പാന്റെ ഒരു സുഹൃത്ത് അത്യാസന്ന നിലയിൽ ഹോസ്പിറ്റലിലാണ്. ആ സുഹൃത്തിനെ കാണാൻ ഇടക്കിടക്ക് പോകുന്ന ബാപ്പ അന്ന് വാഹനം കിട്ടാതെ നേരം വൈകിപ്പോയതാണ്. വീട്ടിലെത്തിക്കുമ്പോ മണ്ണെണ്ണ വിളക്ക് കടത്തിയിട്ടില്ല. വാതിൽ മുട്ടുമ്പോഴേക്ക് ഭാര്യ തുറന്നു കൊടുക്കുന്നു. സലാം പറഞ്ഞ് വീട്ടിലേക്ക് വരുന്ന ഭർത്താവിനെ ഉപ്പാനെ സ്വീകരിക്കുന്നു. പോയ കാര്യം നേടിയോ? നേടി, ഞാൻ കണ്ടു. പക്ഷേ വാഹനം കിട്ടാതെ കുറച്ച് ബുദ്ധിമുട്ടായി. മറ്റേ ടൗണിൽ അരമണിക്കൂർ നിന്നൊരു ലോറി കിട്ടി, അവിടുന്ന് ഇങ്ങോട്ട് ഒരു ഓട്ടോറിക്ഷ കിട്ടി. അങ്ങനെ ഒപ്പിച്ചൊപ്പിച്ച് വന്നതാണ്. ഭക്ഷണം കഴിക്കില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഭർത്താവ് ചോദിക്കുന്നു, ഇത്രയും നേരം നീ കഴിച്ചിട്ടില്ലേ? അല്ല, ഞാൻ നിങ്ങളെ കാത്തതാണ്. അപ്പൊ സ്നേഹത്തിൽ ചാലിച്ച മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് ആത്മാർത്ഥമായി നിർഗളിക്കുന്ന ഒരു പ്രാർത്ഥന ആ ഭർത്താവിന്റെ ഭാഗത്തുനിന്ന് ഭാര്യയ്ക്ക് വരുന്നുണ്ട്. ഭാര്യയിൽ നിന്ന് കിട്ടിയ ഹൃദ്യമായ സ്വഭാവത്തിന്, ഭർത്താവിൽ നിന്ന് കിട്ടിയ സന്തോഷത്തിന്, ആ നേരം വരെ കാത്തിരുന്നതിന് മലക്കുകൾ മുഴുവനും ആ പെണ്ണിന് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനക്ക് സമാനമായ ഒരു ഗുണം മറ്റൊന്ന് എന്താ? അതുകൊണ്ട് നല്ല സ്വഭാവക്കാരാകണം. നമ്മളെ സ്വഭാവങ്ങൾ മുഴുവനും അല്ലാഹ് കബൂലാക്കി തരട്ടെ, നല്ല സ്വഭാവത്തിന്റെ ഉടമകളാക്കി തരട്ടെ. ഫജഅൽനാഹുന്ന ബകാറാ ഉറുബൻ അത്റാബാ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അവിടെ സ്വർഗത്തിൽ പ്രിയക്കാരായി കൊടുക്കുന്ന ഈ ഭാര്യമാരുണ്ടല്ലോ, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭർത്താക്കന്മാർക്ക് പ്രിയപ്പെട്ടവരാക്കി മാറ്റി, ഏറ്റവും സന്തോഷമുള്ളവരാക്കി മാറ്റി. ചെറിയ സന്തോഷമൊന്നുമല്ല. സമപ്രായക്കാരാകുമ്പോഴും ഭർത്താക്കന്മാർക്ക് പ്രിയപ്പെട്ടവരാകുമ്പോഴും വല്ലാത്ത സന്തോഷം തന്നെ. ദുനിയാവിലുള്ള പാർപ്പിടത്തെക്കാളും മെച്ചപ്പെട്ട പാർപ്പിടങ്ങളും സൗകര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിൽ കൊടുക്കുകയാണ്. അതേ, അങ്ങനത്തെ ഒരു ഭാര്യയെ സന്തോഷപൂർവ്വം കിട്ടിയാൽ ആ ഭാര്യയുമായി ഭർത്താക്കന്മാർ സല്ലപിക്കുമോ? സ്വഹാബത്തിന്റെ ചോദ്യം, അനതഉ ഫിൽ ജന്ന, സ്വർഗത്തിൽ നബിയെ ഭാര്യമാരുമായി ഞങ്ങൾ സല്ലപിക്കുമോ? തങ്ങൾ പറഞ്ഞു, നഅം, അതേ, വല്ലദീ നഫ്സി ബിയദിഹി ദഹ്മൻ ദഹ്മാ. ഘട്ടം ഘട്ടമായിട്ട് ഒരു ക്ഷീണവുമില്ലാതെ ഒരു പ്രാവശ്യം നിങ്ങൾ നിങ്ങളെ ഇണയുമായി ഇണചേർന്നാൽ റജഅതു മുതഹറതൻ ബിക്റാ, കന്യകത്വം നഷ്ടപ്പെടാതെ പൂർണ്ണ സുഖം നൽകുന്ന പരിശുദ്ധ വനിതയാകും, നല്ല സന്തോഷമുള്ളവരാകും. അതേ, അല്ലാഹു തആല ആ പരുവത്തിൽ അവരെ ശരീരത്തിൽ സുഖങ്ങൾ അല്ലാഹു നൽകിയിരിക്കുന്നു. എത്ര പ്രാവശ്യം ഒരു മുഅ്മിനായ മനുഷ്യന് തൻ്റെ ഇണയുമായി ഇണചേരാൻ അല്ലാഹു കഴിവ് കൊടുക്കും. 100 ശക്തിയല്ലേ അല്ലാഹു തആല കൊടുക്കുന്നത്. അതുകൊണ്ട് യഥേഷ്ടം ഇണകളുമായി സല്ലപിക്കാൻ സ്വർഗത്തിൽ അല്ലാഹു സൗകര്യം കൊടുക്കുന്നു. അങ്ങനെ സല്ലാപം കഴിഞ്ഞ ശേഷം ഒരു വിഷമിക്കുന്ന അവസ്ഥ ഭാര്യയിലോ ഭർത്താവിലോ ഇല്ല. ക്ഷീണിക്കുന്ന രൂപമുണ്ടോ? അതും ഇല്ല. ദുനിയാവിൽ ഇണചേർന്നതുപോലെ അല്ലെങ്കിൽ ഒഴുക്കിവിട്ടതുപോലെ പുറത്തേക്ക് ഒഴുക്കിവിടാനും തള്ളിവിടാനുമുള്ള വസ്തുക്കളൊന്നും അവിടെ ഇല്ല. അവിടേക്കൊരു ആനന്ദത്തിൻ്റെ, ഒരു സുഗന്ധത്തിൻ്റെ ഒരവസ്ഥ മാത്രം. സ്വർഗീയസ്ഥരായ ആളുകൾ സ്വർഗത്തിലെത്തിയാൽ അവർ മൂത്രമൊഴിക്കൂലല്ലോ, വിസർജിക്കൂലല്ലോ.
അതെല്ലാം ഒരു സുഗന്ധ കാറ്റായിട്ട് അങ്ങോട്ട് പുറന്തള്ളപ്പെടും. ഇതേ രൂപത്തിൽ തന്നെയാണ് സല്ലപിക്കുമ്പോഴും ഉണ്ടാകുന്ന അവസ്ഥ. അപ്പൊ ഞൊടിയുടെ കൊണ്ട് അല്ലാഹു തആല മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകും. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് സ്നേഹത്തോടെ ജീവിച്ചു, രണ്ടുപേരും പരസ്പരം പങ്കുവെച്ചു. ദുനിയാവിൽ അല്ല നമുക്ക് മക്കളെ തന്നില്ലെങ്കിലും വിഷമിക്കൊന്നും വേണ്ട, ആഖിറത്തിൽ തരുന്ന ഏതായാലും ഹദീസിലുണ്ട്, ഉറപ്പാണ്. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്കൊക്കെ അല്ലാഹു മക്കളെ നൽകുമാറാകട്ടെ. ദ്വാരക്കുന്നതിനെതിരൊന്നുമല്ല. എന്നാൽ പിന്നെ സ്വർഗത്തിലോട്ട് നിങ്ങൾ എന്തിനാ ദ്വാരക്കുന്നത്? ദ്വാരക്കണം, അതൊരു സബബാണ്. രോഗമല്ല മാറ്റിത്തരും, അതുകൊണ്ട് ദ്വാരക്കണ്ടെന്നല്ലോ. ദ്വാരക്കണം, അത് അതിന് വേറെ കൂലി ഉണ്ടല്ലോ. അപ്പൊ അല്ലാഹു തആല അങ്ങനെ തരും എന്നൽക്ക് ഭാര്യയും ഭർത്താവും അങ്ങനെ കഴിഞ്ഞുപോയി ആഖിറത്തിലെത്തുമ്പോൾ ഞൊടിയിട കൊണ്ടല്ലേ അല്ലാഹു മക്കളെ കൊടുക്കുന്നത്. പ്രസവിച്ച് കുറേ ക്ഷീണിക്കേണ്ട ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ കുറേ കാലം അങ്ങനെ പോറ്റി വളർത്തിയിട്ട് ഇതിന് ഇനി എന്നാ ഒന്ന് നടക്കുന്ന കാണുക, ഒരു വിഷമവുമില്ല. അന്നെന്നെ നടന്നു, അന്നെന്നെ സംസാരിച്ചു, അന്നെന്നെ കൈപിടിച്ചു, അന്നെന്നെ ഭക്ഷണം കഴിച്ചു, അന്നെന്നെ വെള്ളം കുടിച്ചു ഒക്കെ ചെയ്തു. ദുന്യാവിൽ അങ്ങനെ ഉണ്ടോ? ദുന്യാവിൽ ഫസ്റ്റ് ദിവസം പത്തിരി ഇരുന്നോ? എന്നാ കണക്കായി. എന്നാൽ അടുത്ത സെക്കൻഡ് ആകുമ്പോഴേക്ക് ആംബുലൻസ് മറ്റോ കൊണ്ടുവരേണ്ടി വരും. അവിടെ എല്ലാം പക്വതയിലെത്തിയിട്ട് ഇവിടെ ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് അല്ലാഹു തആല നൽകിയ വളർച്ച പോലെ മറിയം ബീവിക്ക് എങ്ങനെ വളർച്ച കൊടുത്തത്? അംബതഹ നബാതൻ ഹസന. ഒരു ദിവസത്തിന് ഒരു വർഷത്തിന്റെ വളർച്ചയാണ്. ഒരു ദിവസത്തിന് മറിയം ബീവിക്ക് കൊടുത്ത വളർച്ച അത് വലുപ്പത്തിൽ ഇങ്ങനെ ഉയർന്നു എന്നല്ല, എല്ലാ അർത്ഥത്തിലും സംസാരവും ഭക്ഷണവും ഒക്കെ അങ്ങനെ തന്നെ. പ്രസവിച്ച് ജന്മം നടന്ന് കുറഞ്ഞ ദിവസങ്ങൾ കഴിയുമ്പോഴേക്ക് സ്വർഗീയ ഭക്ഷണം ഭക്ഷിച്ച മഹദിയാണ് സയ്യിദത്തുനാ ബീവി മറിയം. വകഫലഹ സക്കരിയ. കുട്ടിക്കാലത്താണ് സക്കരിയ നബി അലൈഹിസ്സലാം മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ സംരക്ഷണം ഏറ്റെടുത്തു. മറിയം ബീവി താമസിച്ചത് സക്കരിയൽ മിഹ്റാബ്, മസ്ജിദുൽ അഖ്സയിലെ സക്കരിയൽ മിഹ്റാബ് ഇന്നും പ്രസിദ്ധമാണ്. അതിന്റെ തൊട്ടടുത്തുള്ള റൂമിലായിരുന്നു നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ട്. ആ റൂമിലേക്ക് കുല്ലമാ ദഖല അലൈഹാ സക്കരിയ വജദ ഇൻദഹാ റിസ്ഖാ. അവിടേക്ക് പോകുമ്പോഴൊക്കെ ഒരു പ്രത്യേക ഭക്ഷണം പ്രത്യേക പാത്രത്തിൽ അവിടെ ആരോ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. യാ മറിയമു അന്നാ ലക്കി ഹാദാ. സക്കരിയ നബി അലൈഹിസ്സലാം ചോദിക്കുന്നു, എവിടുന്നാ അത് കിട്ടിയത്? കാലത്ത്, കുട്ടിക്കാലത്താ പറയുന്നത്, ഹുവ മിൻ ഇൻദില്ലാഹ്, അല്ലാഹുവിൽ നിന്ന് ഡയറക്റ്റ് വന്ന ഭക്ഷണമാണ്. അപ്പൊ ആ ഒരു വളർച്ചയെക്കാളും വലിയ വളർച്ച സ്വർഗത്തിൽ അല്ലാഹു തആല സന്താനങ്ങൾക്ക് നൽകുകയാണ്, സന്തോഷവാന്മാരാവുകയാണ്. ഇതൊക്കെ ആർക്കാന്നറിയോ? ഈ സുഖങ്ങളൊക്കെ ലി അസ്ഹാബിൽ യമീൻ. ഇന്ന് നമ്മൾ വിശദീകരിച്ച വൃക്ഷങ്ങൾ, തണലുകൾ, അതുപോലെ തന്നെ വെള്ളം, പഴവർഗ്ഗങ്ങൾ, ഈ രൂപത്തിൽ ദുനിയാവിലെ തരുണീമണികളെ കൊണ്ടുള്ള സന്തോഷം, ഇതൊക്കെ അല്ലാഹു തആല നൽകുന്നത് ലി അസ്ഹാബിൽ യമീൻ. അതേ വലത്തേ കൈയിൽ കിതാബ് കിട്ടിയിട്ട് സ്വർഗത്തിലേക്ക് രക്ഷപ്പെടുന്ന മഹാന്മാർക്കാണ്. സുല്ലത്തും മിനൽ അവ്വലീന വസുല്ലത്തും മിനൽ ആഖിരീൻ. ഇവർ പൂർവീകരിലും ഒരുപാടുണ്ട്, പിൽക്കാലക്കാരിലും ധാരാളമുണ്ട്. ഇവർ കുറച്ചൊന്നല്ല, ഇവർ ധാരാളം ഉണ്ട്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സുല്ലത്തിനെ പറ്റി പറഞ്ഞപ്പോഴാണല്ലോ സ്വഹാബത്തിന് സന്തോഷമായത്. ഇരിക്കട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ ആളുകൾ ആരാന്നറിയോ? മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, അസ്ഹാബുൽ യമീനെ പറ്റിയാ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. ഹുമുന്നാജൂന, ഇവർ തൽക്കാലം ഭയാനകമായ ഒരു വിഭാഗമുണ്ട്. അതിൽ അല്ലാഹു നമ്മെ പെടുത്താതിരിക്കട്ടെ. ഞാൻ ആ ചർച്ച ഇന്ന് തുടങ്ങുന്നില്ല. വാസ്ഹാബു ഷിമാൽ, നാളെ ഇൻഷാ അല്ലാഹ് അത് തുടങ്ങും, അത് പൂർത്തീകരിക്കുകയും ചെയ്യും. ആയത്തുകൾ ഇനിയും ധാരാളം ബാക്കിയുണ്ട്. കൂടുതലായി പഠിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്നലെ നാം പറഞ്ഞ വിഭാഗം ഏറ്റവും സമുന്നതരായ വിഭാഗമാണ്. ഇവരങ്ങനെയല്ല, ഇവർ താൽക്കാലികം രക്ഷപ്പെടൂലേ എന്നുള്ള പേടിയിലൊക്കെ മുന്നോട്ടിങ്ങനെ പോകുമ്പോൾ അപ്പോഴാണ് ഒരു സ്പെഷ്യൽ നോമ്പ്, അല്ലെങ്കിൽ ഒരു സ്വലാത്ത്, അല്ലെങ്കിൽ ഒരു സ്വതക്ക, അല്ലെങ്കിൽ ഒരു വാദിൻ്റെ മജ്‌ലിസിൽ ഇരുന്നത്, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെ സഹായിച്ചത്, ഒരു യതീമിനെ സഹായിച്ചത്, അല്ലെങ്കിൽ കുടുംബത്തിലെ വിധവയായ ഒരു പെണ്ണിൻ്റെ സംരക്ഷണം, ഇങ്ങനെ ഏതെങ്കിലും ഒന്ന്, ഒരു വ്യത്യസ്തമായ ഒന്ന് വന്നിട്ട് അതാ ആണ് തള്ളി രക്ഷപ്പെട്ടു. അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നവർ അങ്ങനെ ഉണ്ടല്ലോ. ഇൻ്റർവ്യൂവിനൊക്കെ പോയി ഭാഷയൊന്നും അറിയില്ല, ഭാഷ എന്നറിയാം, പക്ഷെ ചിലതിനൊക്കെ എസ് എന്നും ചിലതിനൊക്കെ നോന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇയാളോട് ആദ്യം തന്നെ ചോദിച്ചപ്പോൾ ഇയാൾ യെസ് എന്ന് പറഞ്ഞു. ആ യെസ് എന്നുള്ള ഉത്തരം കേട്ടപ്പോൾ അറബിക്ക് വലിയ സന്തോഷമൊന്നും ഇയാൾ മാർക്കിട്ടു. എന്താണ് അയാൾ ചോദിച്ചതെന്നും എന്താണ് ഇയാൾ യെസ് പറഞ്ഞു ഇയാൾക്ക് ഒരിക്കും അറിയില്ല. പക്ഷെ ആ ചോദിച്ച ചോദ്യം ക്ലിയർ ആയതുകൊണ്ട് ഇയാളൊരു ലക്കിയിൽ കിട്ടിയതല്ലേ, ഒരു അഡ്മിഷൻ കിട്ടി. നാട്ടിൽ നിന്ന് ഒരാൾ വന്ന് നോക്കുമ്പോൾ വലിയ കമ്പനിയിൽ നല്ല ശമ്പളം കിട്ടുന്ന ജോലി. അല്ല, നിനക്ക് അത്രമാത്രം ബിരുദമുണ്ടോ? എവിടെ ബിരുദം, ഞാൻ ആകെ SLC പോയിട്ടുള്ളൂ. പിന്നെ നിനക്കെങ്ങനെ കിട്ടി? എൻ്റെ മുന്നിൽ ഇൻ്റർവ്യൂവിന് നിന്ന ആൾ ആദ്യം തന്നെ നോ എന്ന് പറഞ്ഞു.
അപ്പം ഞാൻ മനസ്സിലാക്കി ആദ്യം നോന്ന് പറഞ്ഞ് യെസ് എന്ന് പറഞ്ഞു. ഞാൻ യെസ് എന്ന് പറഞ്ഞപ്പോൾ മാർക്കാണ് കിട്ടി. ഇത് അറിയാതെ കിട്ടിയ ഒരു രക്ഷയാണ്, ഓർക്കാപ്പുറത്ത് വന്ന രക്ഷയാണ്, ഒരു വിജയമാണ്. അതിൻ്റെ പിറകിൽ പിന്നെ അയാൾക്ക് കിട്ടുന്നത് വലിയ വലിയ ശമ്പള കെട്ടുകളാണ്. അയാളങ്ങനെ വിചാരിച്ചിട്ട് പോലുമില്ല. അയാളാകെ വിചാരിച്ച 2000 റിയാലെങ്കിലും കിട്ടിയെങ്കിലായി എന്നാണ്. പിന്നെയല്ലേ കിട്ടി നോക്കുമ്പോൾ 10,000 റിയാല്. വലിയ സമ്പത്തും ബർക്കത്തും അല്ലാഹുത്തആല കൊടുത്ത ആ ഭാഗ്യം. ഇതുപോലെ ഒരു ഹസനത്ത് മുന്നിലേക്ക് വന്ന് തിന്മകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ വല്ലാതെ പേടി വന്നിരുന്നു, കരഞ്ഞിരുന്നു, ആകെ ഭയപ്പാടുണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്നതിനിടക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കറക്റ്റ് ചെയ്യുമ്പോഴേക്ക് അതാ വരുന്നു ഒന്ന്. അതെന്താ വന്നത്? അതൊന്നുമല്ല, ഒരു ദിവസം തോന്നി വെള്ളിയാഴ്ച പള്ളിയിലേക്ക് നേരത്തെ പോയാൽ തിരക്കണമൊന്നുമില്ല, എന്നും പോകാൻ കഴിയില്ലല്ലോ. അന്ന് പോയി, അന്നത്തെ ആ മാർക്ക് അയാൾക്ക് വീണു. അങ്ങനെ എപ്പോഴും നിന്നെ കൊണ്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് കുടുംബക്കാർ പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ വിഷമത്തിലും ഹോസ്പിറ്റലിലൊക്കെ അല്ലേ. ഇപ്പം മകൻ വന്നാൽ മകനെ കൂട്ടിയിട്ട് ഉമ്മയും ബാപ്പയും പറഞ്ഞു, നമ്മൾ 2-3 ആൾക്കാർ സുഖമില്ലാത്തവരുണ്ട്, ഞങ്ങളെ കൊണ്ട് പോകാൻ കഴിയില്ല, നിന്റെ വണ്ടി ഒന്ന് എടുക്കാൻ നമ്മൾ പോയി നോക്കാന്ന്. ആ പോയി നോക്കിയത് അള്ളാഹു മാർക്ക് ചെയ്തു. പതിവായിട്ട് പോയി നോക്കാൻ സൗകര്യമല്ല, കഴിവില്ല, എപ്പോഴും അവരെ കൊണ്ട് കഴിയില്ല. മകൻ ഗൾഫിൽ നിന്നപ്പോൾ വാപ്പയും ഉമ്മയും പറഞ്ഞു, മോനെ ഏതായാലും കാറൊക്കെ വാങ്ങിയിട്ടുണ്ടല്ലോ, നമ്മളൊന്ന് അവിടെ മറ്റേ ആൾക്ക് സുഖമില്ല, ഇവർക്ക് സുഖമില്ല, അമ്മായിക്ക് സുഖമില്ല, ഒന്ന് പോയി നോക്കല്ലേ. അപ്പം മകനും പറഞ്ഞു എനിക്ക് ഫ്രീ പോവാ. അങ്ങനെ അവർക്കൊക്കെ ഓരോ കിറ്റും വാങ്ങി പോയി നോക്കി. അങ്ങനെ ആ പോയി നോക്കിയത് അവരുടെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം. ആ സന്തോഷത്തിനനുസരിച്ച് അള്ളാഹു കബൂൽ ചെയ്തു. അതങ്ങോട്ട് മുന്നോട്ട് നിന്നു. ഇങ്ങനെ ഒരു ഹസനത്ത് അല്ലെങ്കിൽ ഒന്നിലധികം ഹസനത്ത് മുന്നോട്ട് വന്ന്, ഹസനത്തിന്റെ വർധനവ് നല്ലോണം ഉണ്ടായിട്ടല്ല, അത് നമ്മൾ ഇന്നലെ പറഞ്ഞു. സയ്യിആത്തിനേക്കാളും ഹസനത്ത് മറികടക്കുകയും അധികരിക്കുകയും ചെയ്ത ആളുകളല്ല. പിന്നെയോ ഇവര് തീരെ രക്ഷപ്പെടൂല എന്നുള്ള ഒരു വിഷയത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും ഒരു നന്മ മുന്നോട്ട് നിന്നിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തിന്മ അള്ളാഹു പുറത്തു കൊടുത്തിട്ട് നല്ല അഡ്മിഷൻ പെട്ടെന്ന് കിട്ടിയിട്ട് അങ്ങോട്ട് രക്ഷപ്പെടുന്നവരാണ്. അവർക്ക് അള്ളാഹു പറഞ്ഞ സുഖങ്ങൾ നോക്ക്, നിങ്ങൾ ചെറുതാണോ? അള്ളാഹ് ഒരുക്കിയ സ്വർഗത്തിന്റെ വലുപ്പം എത്ര വലുതാണ്. ചെറുതല്ലേ നമുക്ക് വിശദീകരിച്ചു തന്നത്. മൊത്തമായി ഉൾക്കൊള്ളുകയാണെങ്കിൽ എത്ര വലുതാണ്. അത് ഉൾക്കൊള്ളാനും അത് കാണാനും ആസ്വദിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ സദസ്സ് അള്ളാഹു അതിന് സബബാക്കി തരട്ടെ. പ്രത്യേകം പറഞ്ഞ ഈ വിഷയത്തിൽ നമ്മുടെ അമലുകളും കാര്യങ്ങളും നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. സുല്ലത്തും മിനൽ അവ്വലീന വസുല്ലത്തും മിനൽ ആഖിരീൻ. ഈ പറയുന്ന വിഭാഗത്തിലെങ്കിലും നമ്മൾ ഉൾപ്പെടണം. ഈ സ്വർഗം കിട്ടാൻ വേണ്ടി നരകത്തിൽ കടക്കാതെ സ്വർഗത്തിന് വേണ്ടി മഹാന്മാർ കഠിനാധ്വാനം ചെയ്തു, അമലുകൾ ധാരാളം ചെയ്ത് പ്രവർത്തിച്ചു. ആ സ്വർഗത്തിൽ വലിയൊരു സന്തോഷം കിട്ടാൻ വേണ്ടി ദുനിയാവിൽ എന്തെല്ലാം അമല് ചെയ്യാൻ പറ്റുമോ ചെറുതും വലുതുമായ അമലുകൾക്ക് പിന്നിലൊക്കെ അവർ തപസ്സിരുന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു അമല് കൊണ്ട് അവർ സ്വർഗം നേടിയത് കാണാം. ബഹുമാനപ്പെട്ട സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ധാരാളം അമല് ചെയ്യുന്ന മഹാനല്ലേ. ആ ബിലാൽ തങ്ങളോടും നബി തങ്ങൾ പറഞ്ഞില്ലേ, ബിലാലേ ഇന്നി സമീതു ഹഷ്ഹസന അലൈക ഫിൽ ജന്ന. സ്വർഗത്തിൽ നല്ല അധികാരസ്ഥനെ പോലെ ബൂട്ടിട്ട് ചെരുപ്പിട്ട് നിങ്ങൾ നടക്കുന്നതിൻ്റെ ശബ്ദം ഞാൻ കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നു, ബിലാൽ പ്രത്യേകിച്ച് നിങ്ങൾ ചെയ്ത അമലെന്താണ് ബിലാൽ? ബിലാൽ റളിയല്ലാഹുവിന് ഒന്ന് മതി. മദീനത്തെ പള്ളിയിൽ വാങ്ങി വിളിച്ചത് തന്നെ ധാരാളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഅദ്ദിനല്ലേ, അതിനേക്കാളും വലിയ ഗ്രേഡ് എന്ത് വേണം? ആ ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നത്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ എപ്പോൾ ഉളു എടുത്താലും 2 റക്അത്ത് ഉളുവിന്റെ 2 റക്അത്ത് ഞാൻ പതിവാക്കാറുണ്ട്. അത് പൊതുവെ എല്ലാവരിലും കാണാത്തതാണ്. ഞാൻ ഇതെന്തിനാ സഹോദരന്മാരെ പറയുന്നത് എന്നറിയോ? സ്വർഗത്തിൽ കടന്ന് മഹാന്മാരോടൊപ്പം ചേരാൻ പ്രതീക്ഷ വെച്ചിട്ട് പലരിലും കാണാത്ത ചില വ്യത്യസ്ത സ്വഭാവങ്ങളും സൽക്കർമ്മങ്ങളും നമ്മൾ പതിവാക്കി മുന്നോട്ട് പോകണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചെരുപ്പിട്ട് നടക്കുന്ന ശബ്ദം കേട്ടപ്പോ കാരണമായി പറഞ്ഞ കാരണം ഒരു 2 റക്അത്ത് നിസ്കാരമാണ്. നമ്മളൊക്കെ ഉളു എടുക്കുന്നവരല്ലേ, അവരും ഉളു എടുക്കുന്നവരാണ്.
ഉളു എടുത്തിട്ട് എങ്ങനെങ്കിലും ഒരു നിസ്കാരം എന്നല്ല, ഉളുവിന്റെ 2 റക്അത്ത് സ്പെഷ്യൽ നിസ്കാരം. അതിൽ ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം വലൗ അന്നഹും യളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ എന്ന ആയത്ത് ഓതണം. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം വമൻ യഅമൽ സൂഅൻ ഔ യദ്ലിം നഫ്സഹു ثم يستغفر الله يجد الله غفورا رحيما എന്ന ആയത്തും ഓതണം. അങ്ങനെ ഓതൽ സുന്നത്തുണ്ട്. അങ്ങനെയുള്ള ആ ഒരു 2 റക്അത്ത് നിസ്കാരത്തിന്റെ പേരിൽ സ്വർഗലോകത്തുള്ള വലിയ സന്തോഷം കണ്ടെങ്കിൽ അമലുകൾ കുറക്കരുത്, മുടക്കരുത്, ധാരാളം ചെയ്യണം. അള്ളാഹു ഏതാണ് കബൂലാക്കുന്നത് എന്ന് ഇവിടെ വെച്ച് നമുക്കറിയാൻ കഴിയില്ലല്ലോ. പ്രതീക്ഷയോടെ ചെയ്യണം. അള്ളാഹു സ്വീകരിക്കട്ടെ. ബാക്കി ഹതഭാഗരുടെ നരകവും തുടർന്നുള്ളതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ പറയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.